ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. കുലദേവതായേ നമഃ. ശ്രീ ഗുരുഭ്യോ. എല്ലാവർക്കും സാദര നമസ്കാരം. ഗുരുനാഥനും അമ്മയ്ക്കും പ്രണാമം. ഇന്ന് ഷോഡശ സംസ്കാര ക്രിയയിലെ ആദ്യത്തെ ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. അടുത്ത 24-ാം തീയതി വാവ് ബലി, കർക്കിടക വാവാണ്. ആ വാവിന് എല്ലാവർക്കും ബലി ചെയ്യണം. അതുകൊണ്ട് ആദ്യം പാർവണ ശ്രാദ്ധം എന്ന വാവ് ബലിയുടെ ക്ലാസ്സാണ് നടക്കുന്നത്. സ്വന്തമായി വീട്ടിൽ വെച്ച് ബലി ചെയ്യാൻ പരിശീലനം നൽകുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുരുനാഥൻ പാർവണ ശ്രാദ്ധത്തെ സംബന്ധിച്ച് എന്താണ് വാവുബലി, എന്തിനാണ് വാവുബലി, അത് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് വ്യക്തികൾക്ക് എന്താണ് പ്രയോജനം, എന്താണ് നമ്മൾ വരുന്ന മാറ്റം, ആ കാര്യങ്ങളെല്ലാം ഗുരുനാഥൻ ഇവിടെ വിശദീകരിക്കും. അതിനുശേഷം വാവുബലി ചെയ്യുന്നതിൻ്റെ വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ക്രമം നിങ്ങളുടെ മുമ്പിൽ വിവരിക്കും. ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന ഗുരുനാഥനും അമ്മയ്ക്കും പ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ശ്രേഷ്ഠാചാര്യ സഭയുടെ പേരിൽ സ്വാഗതം പറയുന്നു. ക്ലാസ്സുകൾ നയിക്കുന്നതിന് വേണ്ടി ഗുരുനാഥനെയും അമ്മയെയും സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠാചാര സഭയുടെ ഏത് ക്ലാസ്സും ആരംഭിക്കുന്ന പോലെ നമുക്ക് ഗുരുവിനെയും ഗുരുപരമ്പരയെയും കുലദേവതയെയും ഗുരുകാരണവന്മാരെയും മാതാപിതാക്കളെയും സ്മരിച്ച് അവരോട് നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നാമം ജപിച്ചുകൊണ്ട് ആരംഭിക്കാം. എല്ലാവരും നിവർന്നിരിക്കുക. ശിരസ് തൊട്ടുകൊണ്ട് വാമദേവ ഋഷി മേൽച്ചുണ്ടിൽ പങ്ക്തിച്ഛന്ദ, ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ, സദാശിവരുദ്രോ ദേവത. ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ.
ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ആ ബ്രഹ്മാണ്ഡപിപീലികാന്ത തനുഭൃസുജൃംഭമാണസ്ഫുടം ജാഗ്രത് സ്വപ്ന സുഷുപ്തിഭാസകതയാ സർവത്രയാ ദിവ്യതി സാ ദേവി ജഗദംബികാ ഭഗവതി ശ്രീരാജരാജേശ്വരി ശ്രീവിദ്യാകരുണാനിധിഷ്വപകരി ഭൂയാത് സദാ ശ്രേയസേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രേഷ്ഠാചാര സഭ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ പാർവണ ശ്രാദ്ധത്തിൻ്റെ ഒരു ക്ലാസ് ആരംഭിക്കുക. ഇന്നത്തെ ദിവസം കൊണ്ട് തീരും. ഒരു ചെറിയ ഒരു ചെറിയ നോട്ടുണ്ട്, ഒരു കുറിപ്പുണ്ട്. അത് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഇത് പഠിക്കാൻ നമ്മൾ മാത്രം ചെയ്താൽ പോരാ, ഇത് ചെയ്യിക്കാൻ നമ്മൾ തയ്യാറാവും. കാരണം ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് പിതൃദോഷം പലർക്കും കാണാം. പിതൃദോഷം പലർക്കും കാണാം. മ്യൂട്ടായി പോയി. എല്ലാവരും പൊതുവെ പിതൃശ്രാദ്ധത്തിന്റെ പിതൃദോഷം കാണും. നമ്മൾ ദേവ അനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹം നമ്മൾ രക്ഷപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് പിതൃക്രിയകൾ. അതുകൊണ്ടാണ് അത് ശ്രാദ്ധം എന്ന പേര് പോലും വന്നത്. ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അത് ആവശ്യമാണ്. അത് പരിഹരിക്കാനുള്ള വഴികളാണ് പിതൃബലികളും പിതൃശ്രാദ്ധവും ചെയ്യുന്നത്. പണ്ട് കാലത്ത് എല്ലാവരും തന്നെ പിതൃസങ്കല്പത്തിൽ ബലികൾ ചെയ്തിരുന്നു, പിതൃബലികൾ ചെയ്തിരുന്നു. ഏകോദിഷ്ട ശ്രാദ്ധം, മരണാനന്തരം ആ മരിച്ചോടെ ചെയ്യുന്ന ചില ക്രിയകൾ, ദശാഹബലി, അത് കഴിഞ്ഞ് വരുന്ന പിണ്ടം, അങ്ങനെ ചില കാര്യങ്ങൾ സാമാന്യ വേണ്ട പോലെ ചെയ്തിരുന്നു. കൂടാതെ വാർഷികമായി ചെയ്യുന്ന നമ്മുടെ പിതൃക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ ആളുകളൊക്കെ മരിച്ചാൽ ചെയ്യുന്ന ഏകോദിഷ്ട ശ്രാദ്ധം, ഒരാളെ ഉദ്ദേശിച്ച ശ്രാദ്ധം, അത് മിക്കവാറും പലരും ചെയ്തിട്ടുമില്ല. സമൂഹത്തിൽ വ്യാപകമായിട്ട് അതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. കാരണം സ്മാർത്തന്മാർ, സ്മൃതികൾ അനുവർത്തിക്കുന്നവർ മാത്രമാണ് പണ്ട് കാലത്ത് ഏകോദിഷ്ട ശ്രാദ്ധം കൂട്ടിയിരുന്നത്. അപ്പൊ സ്മൃതികൾ ഹിന്ദു സമൂഹത്തിൽ എല്ലാവരും സ്മൃതികൾ അനുഷ്ഠിച്ചില്ല. പക്ഷെ എല്ലാവരും പൊതുവെ ചെയ്തിരുന്നത് അതിന് പകരം വാവുകൾക്ക് ബലി കൂട്ടിയിരുന്നു. അത് പൊതുവെ ചെയ്തിരുന്നു. കാരണം ഏകോദിഷ്ട ശ്രാദ്ധം മരിച്ച ദിവസം ചെയ്യുന്ന മറ്റു ചില ക്രിയകൾ ഉണ്ടായിരുന്നു. ചില തർപ്പണാദി ക്രിയകൾ വേറെ ഉണ്ടായിരുന്നു. അത് പാരമ്പര്യം ചെയ്തു വന്നിരുന്നു. അതുകൊണ്ട് പൊതുവെ ഇവിടുത്തെ സ്മാർത്തന്മാരായ എല്ലാ ആളുകളും മുഴുവൻ, സ്മൃതികൾ അനുവർത്തിക്കാത്ത ആളുകൾ മുഴുവൻ ആ തർപ്പണക്രിയകളും
അത് അവരുടെ ശക്തയെ പൂജ്യം ആ സമയത്ത് നടക്കുന്ന ചില പിതൃ തർപ്പണമുണ്ട്. ഗുരുതർപ്പണം, പിതൃതർപ്പണം അത് ചെയ്തിരുന്നു. കൂടാതെ വാർഷികമായി ചെയ്യുന്ന പാർവണ ശ്രാദ്ധ കുട്ടികൾ കറുത്ത വാവുകളിൽ ചെയ്ത പാർവണം എന്ന് പറയുന്നത് വാവ് ദിവസങ്ങളാണ്. ഇവിടെ കറുത്ത വാവുകൾക്ക് ചെയ്ത് പ്രധാനമായിട്ട് 3 വാവുകളാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയയാണ് കർക്കിടക മാസത്തിലെ വാവുബലി എന്ന് പറയും. കറുത്ത പക്ഷത്തിലെ കറുത്ത കർക്കിടക മാസത്തെ അമാവാസിക്ക് ചെയ്യുന്ന ബലി. അത് വ്യാപകമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് ഒരു വ്യക്തി ഉദ്ദേശിച്ചല്ല. കേവലം ഏകോദിഷ്ട ശ്രാദ്ധം ഒരു വ്യക്തി ഉദ്ദേശിച്ച് നമുക്ക് അറിയുന്ന ഒരു വ്യക്തി, നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് കണ്ടിട്ടുണ്ടാവും, നമുക്ക് പറയാം. പിതൃക്കളോ അല്ലെ പിതാമഹന്മാരോ മാതാവോ മാതാമഹന്മാരോ മാതാമഹികളോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഏറ്റവും അടുത്ത് ചെയ്തിരുന്നു. ബാക്കി അതേസമയം ആ വംശപരം കുറേ ആളുകളുണ്ട്. ആ വംശ പരമ്പരയ്ക്ക് വേണ്ടി മുഴുവൻ ചെയ്തിരുന്ന ക്രിയയാണ് പാർവണശ്രാദ്ധ. ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടല്ല, നമ്മുടെ മുഴുവൻ പരമ്പരയ്ക്കും വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. ഇടക്കാലത്ത് പല കാരണം ലോപം വന്നു. കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ശ്രേഷ്ഠാചാര സഭ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് കേന്ദ്രമാക്കി സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, പ്രധാന പ്രവർത്തനം ഒന്ന് ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അനുഷ്ഠാനം ആധ്യാത്മിക ഒരു വശമുണ്ട്. ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു, കാരണം ആചാരങ്ങൾ ഒരു വ്യക്തിയെ രൂപവൽക്കരിക്കുന്നതും കൗടുംബികമായ ദൃഢത നിലനിർത്തുന്നതും മതത്തിന്റെ അടിത്തറയും ആചരണങ്ങളാണ്. ഇത് നഷ്ടപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പറ്റി അപചയത്തിന് ഒരു പ്രധാന കാരണം. ഹിന്ദു മതത്തിനകത്ത് ആചരണം നഷ്ടപ്പെട്ടതാണ് ആ ഹൈന്ദവ മതത്തിനുണ്ടായിരുന്ന അപചയത്തിന് കാരണം. ആധ്യാത്മികത എല്ലാവർക്കും ഉണ്ടാവും, അത് വ്യക്തിപരമാണ്, വ്യക്തിനിഷ്ഠമാണ്. അത് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. കാരണം സാധനയും മറ്റ് ആധ്യാത്മിക പഠനങ്ങളൊക്കെ വ്യാപകമായിട്ടുണ്ട്. പക്ഷെ ആചരണങ്ങൾ വേണ്ടത്ര ശ്രദ്ധയുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിച്ചാൽ ജനനം മുതൽ ജാതകർമ്മം മുതൽ ചോറൂണ്, നാമകരണം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശവസംസ്കാര ക്രിയ വരെ ശ്രേഷ്ഠാചാര സഭ ഈ വർഷം ആദരണീയ മാധവിജിയുടെ അദ്ദേഹം ജനിച്ചതിൻ്റെ 100 വർഷം തികയാൻ പോവാണ്. 1926 അദ്ദേഹം ജനിച്ചത്. 2026 100 വർഷം പൂർത്തിയാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഈ ആചരണങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമൂഹം പരമാവധി പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. പാർവണശ്രാദ്ധ എല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് നിരന്തരമായി പഠിപ്പിച്ചു വരുന്നു. ഓൺലൈൻ തുടങ്ങിയ ശേഷം ഓൺലൈനുണ്ട്, അതിപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മളൊരു തീവ്രമായ ഒരു പരിപാടി എന്നുള്ളതായിരിക്കും നമ്മുടെ സംസ്കാര ക്രിയകൾ, സാധാരണക്കാരന് അനുവർത്തിക്കാവുന്ന മുഴുവൻ സംസ്കാര ക്രിയകളും, ഗർഭാധാനം, ഗർഭകാലത്തുള്ള ചില ക്രിയകൾ, ഒരു കുഞ്ഞിനെ ഗർഭകാലം വളർത്തുന്നത് മുതൽ നമുക്ക് ചെയ്യാവുന്ന മുഴുവൻ സംസ്കാര ക്രിയകളും ഓൺലൈനായിട്ട് പഠിപ്പിക്കുകയും അതിൻ്റെ ഓഫ്ലൈനായിട്ട് പരിശീലനം കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് സത്യരീതി തുടങ്ങിയിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിൽ ചേരാം. അതിൻ്റെ ലിങ്കും നിങ്ങൾക്കിപ്പം ലിങ്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ ഗ്രൂപ്പുകളും കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ നോക്കി എല്ലാവരും ചേരുകയും കൂടാതെ പരിചയമുള്ള എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്യും. കുടുംബത്തിലെ ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ അമ്പലത്തിലെ ഗ്രൂപ്പുകൾ, എല്ലാ ഹൈന്ദവ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പരിചയമുള്ള മുഴുവൻ വ്യക്തികളെയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് പരമാവധി ആളുകളെ പഠിപ്പിക്കണം. കാരണം പുരോഹിതന്മാർ സമൂഹത്തിന് ആവശ്യമാണ്. പുരോഹിതൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്നവരാണ് പുരോഹിതൻ. ആചരണങ്ങൾ അനുഷ്ഠിക്കുന്നവൻ പുരോഹിതൻ. അത് ആ സമൂഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പുരോഹിതന്മാരാണ്, എല്ലാ പുരോഹിതന്മാരാവണം. നമ്മുടെ കുടുംബത്തെയും മറ്റുള്ളവരും മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൗരോഹിത്യ സ്വഭാവം എല്ലാവരും ഏറ്റെടുക്കണം. അതിന് പ്രത്യേക ഒരു വ്യക്തികളുടെ പരമ്പരയുടെ മാത്രമല്ല, സമൂഹം മുഴുവൻ ആളുകളും പുരോഹിതന്മാരെ മുൻപോട്ട് നയിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായി ചെയ്യുന്നത്. ഏതായാലും പാർവണ ശ്രാദ്ധത്തെ പറ്റിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കേൾക്കുകയും അതിൻ്റെ നോട്ടും അതിൻ്റെ PDF നമുക്ക് കിട്ടും. അതിന് കോപ്പി ചെയ്ത് സൂക്ഷിക്കണം. നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. അത് നോക്കി വായിച്ച് പഠിച്ച് കുറേ പ്രാവശ്യം വായിച്ചാൽ ചെയ്യാവുന്ന ഒരു ലളിതമായ രീതി തയ്യാറാക്കിയിരിക്കുന്നു. ആരുടെയും സഹായമില്ലാതെ സ്വയം ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ PDF തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടും. ഈ ഗ്രൂപ്പുകളൊക്കെ അത് ഷെയർ ചെയ്യും.
അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച ശിഷ്ടാചാര സഭയുടെ വെബ്സൈറ്റിലോ ഫേസ്ബുക്കിലൊക്കെ കിട്ടും അത്. ഇന്നത്തെ ഈ ബലികർമ്മന്റെ വീഡിയോ അതുണ്ട്. അതിനകത്ത് ആകെ 2 കാര്യങ്ങൾക്ക് എക്സ്ട്രാ വീഡിയോ ഉണ്ട്. ഒന്ന് നമ്മൾ കൂർച്ച എങ്ങനെയാ ഉണ്ടാക്കുക, ദർഭപ്പുരി കൊണ്ട്, അതുപോലെ പവിത്രം എങ്ങനെ കിട്ടുക, ഇത് 2ന്റെ വീഡിയോ ഉണ്ട്. ഇത് മുഴുവൻ സംഘടിപ്പിക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്താൽ നമുക്ക് ഒറ്റയ്ക്ക് ആർക്കും ചെയ്യാവുന്ന വിഷയത്തിൽ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് പ്രത്യേകിച്ച് ഒരു അഡ്മിഷൻ ഫീസ് വെക്കാതിരിക്കും. കാരണം സമൂഹത്തിൽ പ്രചരിക്കേണ്ടത് ആവശ്യമാണ്. സമൂഹം എല്ലാവരും ഹൈന്ദവ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്തേ തീരൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളിത് സ്വകാര്യമായി മാത്രം വെക്കേണ്ടതല്ല. എല്ലാവരെയും അത് പകർന്നു കൊടുക്കേണ്ട ധർമ്മം ഒരു ഹിന്ദു എന്നുള്ള രീതി നമുക്ക് ഇപ്പോഴുണ്ട്. അത് നിങ്ങളെല്ലാം ചെയ്യണം പറയും. അപ്പൊ എന്തിനാ ശ്രാദ്ധ കിട്ടുന്നത്? ബലിയിടുന്നാരാ? പൊതുവെ ധാരണയുണ്ട് മരിച്ചവർക്ക് മോക്ഷം കിട്ടാനാണ്. പക്ഷെ അത് അങ്ങനെ സിദ്ധാന്തം നമ്മൾ ഹൈന്ദവ മതത്തിനെതിരാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരും. താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കും. പിന്നെ എങ്ങനെയാ മരിച്ചുപോയവർക്ക് നമ്മൾ കർമ്മം ചെയ്ത് അവർക്ക് മോക്ഷം കിട്ടുക? അത് അടിസ്ഥാന ഹൈന്ദവ ധർമ്മ സങ്കല്പത്തിനെതിരാണ്. അപ്പൊ ശരിക്കും മരിച്ചു പോയവർക്കല്ല ശ്രാദ്ധം കിട്ടുന്നത്. ഏത് ശ്രാദ്ധം കിട്ടുന്നത് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരാൾ മരിച്ച സമയത്ത് ശവസംസ്കാരം ചെയ്യും. അത് മരിച്ചവർക്ക് ആവശ്യമുള്ളതാണ്. മരണം തീരുമാനിച്ചാൽ നടത്തുന്ന ഒരു ചെവിയിലോത്ത് മാത്രമാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ളത്. ചെവിയിലൊത്തും വെച്ചാൽ അത് മരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ഇപ്പോഴത് ഇന്നത്തെ കാലത്ത് കഴിയാത്തവർ മരിച്ചു കഴിഞ്ഞ ശേഷം ചെവിയിലൊത്ത് ചെയ്യാറ്. അത് അവർക്ക് ആവശ്യമാണ്. കേൾക്കുന്ന സമൂഹത്തിന് ആവശ്യം. എന്താണ് മരണം എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ആ ക്രിയ. ബാക്കി ശവസംസ്കാരം സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ജീർണിച്ചാൽ ആ മൃതശരീരം ജീർണിച്ചാൽ ആ സമൂഹത്തിന് ബുദ്ധിമുട്ടാണ്. സമൂഹത്തിന് വേണ്ടി. സഞ്ചയനം മരിച്ചവർക്ക് വേണ്ടിയല്ല. ആ എല്ലുകൾ സൂക്ഷിച്ച് സംഭരിച്ച് വെച്ച് അതിൽ കൃഷിഭൂമിയാക്കി മാറ്റണം. നമുക്ക് ശ്മശാന ഭൂമിയില്ല. ഹിന്ദുവിന് ശ്മശാന ഭൂമിയില്ല. പ്രത്യേകിച്ച് ശ്മശാനമില്ല. മുഴുവൻ കൃഷിഭൂമിയാണ്. അപ്പൊ കൃഷിഭൂമിയാക്കി മാറ്റണമെങ്കിൽ അവിടെ ബാക്കി നിൽക്കുന്ന സംസ്കരിച്ച് ബാക്കി നിൽക്കുന്ന എല്ലുകൾ സംഭരിച്ച് അത് കൊണ്ടുപോയിട്ട് പ്ലാവിന് മുകളിൽ ഒഴിച്ചിടും. അല്ലെങ്കിൽ സമുദ്രത്തിൽ കളയും. സമുദ്രത്തിൽ ഈ ജലത്തിൽ കളയുന്ന രീതി ശരിക്കും ഹിന്ദു മതത്തിലില്ല. പക്ഷെ എന്ത് പറ്റി ഇടക്കാലത്ത് പലർക്കും ഭൂരിഭാഗം സമൂഹത്തിനും അവർക്ക് സ്വന്തം ഭൂമി ഉണ്ടാവില്ല. ജന്മിയുടെ ഭൂമിയിൽ അവരുടെ അസ്ഥി വയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരാകെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? ജനസാമാന്യത്തിൽ ചെയ്യാവുന്നത് അത് കൊണ്ടുപോയിട്ട് സമുദ്രത്തിൽ സമർപ്പിക്കുക. പ്രപഞ്ചത്തേക്ക് ലയിപ്പിക്കുക. അല്ലെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് അത് ക്രിയ അനുസരിച്ച് ചെയ്യേണ്ടത് അവിടുത്തെ പാലുള്ളൊരു മരം വെച്ചാൽ പ്ലാവിൻ്റെ അടിയിൽ അണമിക്കുക. ഈ പാലുള്ള മരത്തിനടിയിൽ കുഴിച്ചിട്ടാണ് ചെയ്യുക. കാരണം അതിന് ആ മരത്തിന് നല്ല വളമായി തീരുക. ഇതേ ഉദ്ദേശമുള്ളൂ. സഞ്ജയന ഉദ്ദേശം അത്രയേ ഉള്ളൂ. സഞ്ജയനം കഴിഞ്ഞ് ചെയ്യുന്ന മന്ത്രത്തിൽ പറയുന്നത് കൃഷിഭൂമിയാണ് എന്ന് ഡിക്ലറേഷനാണ്. ആ സഞ്ജയന കർമ്മത്തിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കാരണം സഞ്ജയനം കഴിഞ്ഞാൽ അവിടെ വാഴ വയ്ക്കും, നവധാന്യങ്ങൾ വിതയ്ക്കും. ഇത് കൃഷിഭൂമിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പറയാൻ വേണ്ടിയിട്ട് കൃഷിഭൂമിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. എത്ര ദുരിതമുള്ള ഭൂമിയും ശുദ്ധീകരിക്കാൻ നവധാന്യങ്ങൾ വിതച്ച് പശുവിനെ കൊണ്ട് തീറ്റുകയാണ് ചെയ്യും. ഇപ്പൊ ശ്മശാന ദോഷം ഉണ്ടെങ്കിൽ പോലും അവിടെ വീടുണ്ടാക്കണമെങ്കിൽ എല്ലൊക്കെ പെരുകി കളഞ്ഞിട്ട് മണ്ണ് മാറ്റി അവിടെ നവധാന്യം വിതച്ചിട്ട് പശുവിനെ കൊണ്ട് തീറ്റ ശുദ്ധമായി അത് പശു തിന്നണം. ശുദ്ധമായ സ്ഥലം അത്രയും പവിത്രമാണ് സ്ഥലം. അപ്പോൾ അത് കൃഷിഭൂമി എന്ന് പറയാൻ വേണ്ടി സഞ്ചയനം. ബാക്കി അത് കഴിഞ്ഞ് ദശാഹ ബലിയാണെങ്കിലും ശരി, ബാക്കി വരുന്ന ഉദകക്രിയ ആണെങ്കിലും ശരി, ബാക്കി മുഴുവൻ ക്രിയകളും ജീവിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താ കാരണം? മരിച്ചുപോയതിനെ പ്രേതം എന്നാണ് പറയാറ്. പിതൃക്കൾ മരിച്ചുപോയതല്ല. കാരണം ഒരു മനുഷ്യൻ ജനിക്കുന്നു. ജനിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കലല്ലല്ലോ. ഗർഭപാത്രത്തിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു ബീജമാണല്ലോ ജനനം എന്ന് പറയും. സത്യത്തിൽ ജനനം എന്ന് പറയുന്നതാണ്. അപ്പോഴ് അതിനു മുൻപ് ആ ചൈതന്യം എവിടെയായിരുന്നു? ആദ്യത്തെ ഒരു സെല്ലുണ്ടാകുമ്പോൾ ആ ചൈതന്യം എവിടെയായിരുന്നു? അച്ഛൻ്റെ അമ്മേനെയും ഭാഗമായിരുന്നു. അവരുടെ സങ്കല്പത്തിൻ്റെയോ അവരുടെ ഒരു ഇച്ഛാശക്തിയുടെയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു സന്താനം ഉണ്ടാകുന്നത്. അതിനു മുൻപേ ആ ചൈതന്യം, കാരണം അത് മുതൽ വളരാൻ തുടങ്ങും, വികസിക്കാൻ തുടങ്ങും. ആദ്യത്തെ സെല്ല് മുതൽ ആ കുഞ്ഞിങ്ങനെ വികസിച്ച് വരികയാണ്. അതിൻ്റെ ഊർജവും അതിൻ്റെ ഇച്ഛായും എവിടെ നിന്ന് വന്നാണ്? അത് അച്ഛൻ്റെ അമ്മയുടെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും അച്ഛൻ്റെയും അമ്മയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ചൈതന്യമാണ്, പ്രാണശക്തിയാണ് ഒരു സന്താനമായി പിറക്കുന്നത്. ആ പ്രാണശക്തിയാണ് വളർന്ന് വളർന്ന് പൂർണ്ണ വളർച്ചയിൽ മനുഷ്യനായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട്
ആ ഗർഭാധാന സമയത്തുണ്ടായിരുന്ന അവരുടെ ഇച്ഛ, അവരുടെ സങ്കല്പം, ഈ സ്വഭാവം മുഴുവൻ കുഞ്ഞിന് കാണും. പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും വിതുരരുടെയും കഥ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഗർഭാധാന സമയത്തുണ്ടായിരുന്ന മനോഭാവമാണ് കുഞ്ഞിനെ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനു മുൻപ് ചൈതന്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. മാതാവിന്റെയും പിതാവിന്റെയും ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ചൈതന്യമാണ് മകനായിട്ട് മാറുന്നത്. അവരുടെ ഉള്ളിൽ ചൈതന്യമുണ്ട്, അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും ചൈതന്യമുണ്ട്. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് 7 തലമുറയുടെ ചൈതന്യം സജീവമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. നമുക്ക് രോഗം വന്നു, രോഗം ഭൗതികമായ ശരീരത്തിനകത്ത് സ്വസ്ഥമാണ്. ആ രോഗം വന്ന ഡോക്ടർ എന്താ ചോദിക്കുക? ഒരു ഭിഷഗ്വരൻ അയാളെന്താ ചോദിക്കുക? അച്ഛനുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, മുത്തശ്ശനുണ്ടായിരുന്നു ചോദിക്കും. ആ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. പണ്ട് കാലത്ത് ഒരു മകൻ ഉണ്ടായാൽ പേരിടുന്ന അച്ഛന്റെ പേരാണ് ഒരാളിടുക. സ്വന്തം അച്ഛന്റെ പേരാണ് മകനിടുന്നത്. മുത്തശ്ശന്റെ പേരാണ് പേരക്കുട്ടിക്ക് ഇടുക. കാരണം ആ സ്വഭാവമാണ് കൂടുതൽ കാണുക. അച്ഛന്റെ സ്വഭാവത്തേക്കാൾ, അമ്മയുടെ സ്വഭാവത്തേക്കാൾ അവരുടെ മാതാപിതാക്കളുടെ സ്വഭാവമാണ് പലപ്പോഴും കുട്ടികൾക്ക് കാണുക. കാരണം അതിങ്ങനെ പരമ്പരയായിട്ട് വരിക. ചൈതന്യം പരമ്പരയായിട്ട്, സ്വഭാവം, മനോഭാവം, ചിന്തകള് എല്ലാം പരമ്പരയായിട്ട് വരുന്നതാണ്. അങ്ങനെ തൻ്റെ ഉള്ളിൽ തൻ്റെ പൂർവ്വജന്മാർ മരിക്കാതെ സജീവമായിട്ട് നിൽക്കുന്നു. അപ്പൊ തൻ്റെ ഉള്ളിൽ സജീവമായി നിൽക്കുന്ന പൂർവികരുടെ ചൈതന്യത്തെയാണ് പിതൃക്കൾ എന്ന് പറയുന്നത്. അത് മരിക്കില്ല, തൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള പൂർവികരുടെ ചൈതന്യത്തിന് വേണ്ടി താൻ ചെയ്യുന്ന ക്രിയയാണ് പിതൃശ്രാദ്ധം എന്ന് പറയുന്നത്. അത് തൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ക്രിയ മുഴുവൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ശ്രാദ്ധക്രിയ ശ്രദ്ധിച്ചാൽ, നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഉള്ളിലുള്ള ആ പിതൃചൈതന്യത്തിന്റെ വികാസത്തിന് വേണ്ടി നാം ചെയ്യുന്ന ക്രിയയാണ് എന്ന് മനസ്സിലാവും. ആണ് ഏറ്റവും രസം. അതുകൊണ്ട് മരിച്ചവർക്ക് തന്നെയാണോ ക്രിയ, ശ്രാദ്ധം അവർക്ക് നിശ്ചയം ചോദിച്ചാൽ അല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ആധുനിക ജനിതശാസ്ത്രവും RNA, DNA തുടങ്ങിയ സമ്പ്രദായം, അതേപോലെ തന്നെ നമ്മുടെ സങ്കല്പങ്ങളും എല്ലാം അറിയാം. ആയുർവേദ ശാസ്ത്രമൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ് ശ്രാദ്ധം എന്ന് പറയും. പിതൃശ്രാദ്ധം എന്ന് പറയും. അത് മരിച്ചവർക്ക് വേണ്ടിയിട്ടേ അല്ല, നമ്മൾ ജീവിച്ചിരുന്ന പൂർവ്വന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഒരു മാവുണ്ടാവുന്നു. ആ മാവിന്റെ വിത്തിൽ നിന്നാണല്ലോ. ഏത് തള്ളമാവിൽ നിന്നാണ് ആ വിത്ത് വന്നത്, അതിന്റെ മുഴുവൻ ഗുണങ്ങളും ദൂരെ അറിയാത്ത സ്ഥലത്ത് പോയി ഉണ്ടാവുന്ന ഒരു മാവിനുണ്ടാവും. അത് ആ മാങ്ങയുടെ സ്വാദ്, ഇലയുടെ ആകൃതി, ഇത് മുഴുവൻ തള്ളമാവിന്റെയാണ്. അതേപോലെ മനുഷ്യന്റെ ഉള്ളിലും ആ പാരമ്പര്യമുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരു വ്യക്തിത്വമല്ല, ഒറ്റയ്ക്കൊരു അസ്തിത്വമില്ല, ഒരു പരമ്പരയുടെ ഭാഗമാണ് നമ്മൾ. ആ പരമ്പരയുടെ ചൈതന്യം മുഴുവൻ 21 പൂർവികരുടെ ചൈതന്യം ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ട്. 7 സജീവമാണ്. നാം അനുഭവിക്കുന്ന സുഖവും ദുഃഖവും മുഴുവൻ ഈ 7 പേര് ചെയ്ത പുണ്യത്തിന്റെയും പാപത്തിന്റെയും ഫലമാണ് എന്ന് നമുക്കറിയാം. പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായത്തെ. പൂർവ്വജന്മ പാപമാണ് വ്യാധിയായിട്ട് മാറുന്നത്, ദുഃഖമായിട്ട് മാറുന്നത്. അപ്പൊ പൂർവ്വജന്മത്തിലുള്ള പുണ്യമാണ് സുഖമായിട്ട് മാറുന്നത്. അപ്പൊ നമ്മളൊരു പാപം ചെയ്താൽ നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ, അടുത്ത 7 തലമുറ അനുഭവിക്കണം. നാം പുണ്യം ചെയ്താലോ അതിന്റെ ഫലം അടുത്ത പരമ്പരയ്ക്ക് കൂടി കിട്ടും, നമുക്ക് മാത്രമൊന്നുമല്ല കിട്ടുക. അതുകൊണ്ട് ഞാൻ ഒരു ജനിച്ച കുട്ടി കഷ്ടപ്പാട് സഹിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, ഈ കുട്ടി എന്ത് പാപം ചെയ്തു? അവൻ ചെയ്യേണ്ട, അവന്റെ പരമ്പര ചെയ്താൽ മതി, അതിന്റെ ദുഃഖം അനുഭവിക്കും. അത് ശുദ്ധീകരിക്കാൻ പിതൃശ്രാദ്ധം നല്ലതാണ്. പിതൃ പരമ്പരയുടെ ആ ദോഷങ്ങൾ പരിഹരിക്കാൻ കൂടെ പിതൃശ്രാദ്ധം നല്ലതാണ്. കാരണം ക്രിയകൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. നമ്മളോട് തയ്യാറാക്കിയിരിക്കുന്ന പാരമ്പര്യ രീതിയിൽ ഒരു രീതിയാണ് തയ്യാറാക്കിയത്. പല രീതിയിൽ പലയിടത്തും ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ അനുവർത്തിക്കാവുന്ന വളരെ ലളിതമായിരിക്കുന്ന ഒരു പദ്ധതിയാണ് തയ്യാറാക്കി. 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാർക്കും. സാധനങ്ങൾ തയ്യാറാക്കി വെച്ചാൽ 20 മിനിറ്റ് കൊണ്ട് തീരും. അത് വിശദീകരിക്കേണ്ട ചുമതല മാത്രമാണ് ഇന്ന് എനിക്കുള്ളത്. അത് വിശദീകരിച്ചു തരാം. ആ PDF ഡൗൺലോഡ് ചെയ്യുക, സൂക്ഷിക്കുക, വായിക്കുക, വീഡിയോ കേൾക്കുക. നിരന്തരമായിട്ട് ഈ കറുത്ത വാവിന് മാത്രമല്ല, തുലാമാസത്തിൽ വാവ് വരുന്നുണ്ട്, കുംഭമാസത്തിൽ വരുന്നുണ്ട്, ശിവരാത്രിക്ക് പലപ്പോഴും പലതും വരുന്നുണ്ട്. ഈ സമയത്ത് മുഴുവൻ ചെയ്യുക, എല്ലായ്പ്പോഴും ചെയ്യാവുന്ന, പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ ഉദ്ദേശിക്കാത്ത, ഒരു പ്രത്യേകിച്ച് കാലത്തേക്ക് ഉദ്ദേശിക്കാത്ത, ഏത് കാലത്തും ചെയ്യാവുന്ന ഒരു വാവുബലിയുടെ ക്രിയയാണ് ഇന്ന്
നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇത് ശ്രേഷ്ഠാചാര്യസ്വം ഉണ്ടാക്കിയതൊന്നുമല്ല. പരമ്പരയായി ചെയ്തു വരുന്ന ഒരു ക്രിയ ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നു. സമൂഹം എല്ലാവരും ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ. ഈ തരം പിതൃക്രിയകൾ ചെയ്താൽ ഫലമുണ്ടാകുമെന്ന് കഴിഞ്ഞ 30, 20, 25 വർഷക്കാലത്തെ അനുഭവം കൂടി ഞങ്ങൾക്കറിയാം. കൃത്യമായി സഭയുടെ പ്രവർത്തകർക്ക് അറിയാം. കാരണം പരിവർത്തനം വന്ന ഓരോ കുടുംബത്തിലും വന്ന പരിവർത്തനത്തിൻ്റെ കഥ, ഓരോ സ്ഥലവും മാറ്റത്തിൻ്റെ കഥ ഇത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അനുഭവമുണ്ട്, ചെയ്ത് പരിചയമുണ്ട്. ഞങ്ങൾ ധൈര്യപൂർവ്വം അഭിമാനപൂർവ്വം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആദ്യം അതിനകത്ത് ബലിതർപ്പണക്രിയ, പാർവണ ശ്രദ്ധ. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പറയാം. നിങ്ങൾ എഴുതിയെടുക്കേണ്ട, നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് കിട്ടും കേട്ടല്ലോ. ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക, റെക്കോർഡ് ചെയ്തും കിട്ടും കേട്ടല്ലോ. അപ്പോൾ ഒന്ന് ചന്ദനം വേണം, തുളസി, ചെറുള വേണം. ചെറുള നിർബന്ധം, ബലി പുഷ്പം എന്ന് പറയും ചെറുള, ആവശ്യമാണ്. കിട്ടിയില്ല എന്ത് ചെയ്യും? തുളസി വിദേശത്തുള്ളവർ ചെറുള കിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴേ ശ്രമിച്ചാൽ നമുക്ക് 2-3 ദിവസം കൂടി സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ചെറുള പലയിടത്തും ഉണ്ടാവും. മിക്കവാറും മരുന്ന് കടകളിൽ ചെറുള കിട്ടും. അതുപോലെ പൂജാ സ്റ്റോറുകളിൽ ചെറുള കിട്ടും. മരുന്ന് കടയിൽ ഒന്നിച്ച് കിട്ടുമല്ലോ. വലിയ അങ്ങാടി മരുന്നൊക്കെ വിൽക്കുന്ന കടകളില്ലേ, അവിടെ പോയി കിട്ടും ചെറുള. പിന്നെ അക്ഷതം വേണം. അരിയും കുറച്ച് നെല്ലും കൂടി ചേർത്ത് അക്ഷതായി. നെല്ല് കിട്ടിയില്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്താൽ മതി, അപ്പം അക്ഷതാവും. പിന്നെ നാക്കില, നാവുള്ള ഇല, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇല. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക സങ്കല്പത്തിലാണ് പറഞ്ഞ് മനസ്സിലാക്കുക. 2 നാക്ക്. പിന്നെ ദർഭപ്പുല്ല് ഒരു മുഴ നീളത്തിൽ, എന്നുവെച്ചാൽ കൈയിൻ്റെ മുഴ നീളത്തിൽ, ഒരു 1-1.5 അടി നീളത്തിൽ 21 എണ്ണം വേണം. പിന്നെ എള്ള് വേണം കുറച്ച്. എള്ള് വളരെ, ഈ പിതൃശ്രാദ്ധത്തിൽ എള്ള് വളരെ പ്രധാനപ്പെട്ട ക്രിയയാണ്, സംഗതിയാണ്. കുറച്ച് ചാണകം. കൂർച്ചം എന്ന് പറയുന്നത് 3 ദർഭ കൂട്ടിക്കെട്ടിയതാണ്. 3 ദർഭ എടുത്ത് ഒരു മുഴം നീളത്തിൽ, 1 അടി നീളത്തിൽ 3 ദർഭപ്പുല്ലെടുക്കുക. അറ്റത്ത് പവിത്രമായി കെട്ട്. പവിത്ര കെട്ട് എന്ന് കെട്ടുണ്ട്. ആ കെട്ട് നിങ്ങൾക്ക് വീഡിയോ തരും, പറ്റുമായി ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ കെട്ട് കേട്ടല്ലോ. ഇനി അഥവാ ദർഭ കിട്ടാനില്ല വിചാരിക്കും, ദർഭ കിട്ടാതെ ചെയ്താലും മതി, ദർഭ ഉപയോഗിക്കാതെ ചെയ്താലും സങ്കല്പം മതി കേട്ടോ. അപ്പോൾ ദർഭപ്പുല്ല്, കൂർച്ചം, പിന്നെ പവിത്രം. നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും, കയ്യിൽ വലത് കൈയിൻ്റെ മോതിരം വരാണ് പവിത്ര ഇടുക. ദർഭ കൊണ്ട് കുട്ടി കെട്ടിയിരിക്കും ഒരു മോതിരം പവിത്രം. അഥവാ ദർഭ കിട്ടിയിൽ കറ കൊണ്ടും ചെയ്യാറുണ്ട് പാരമ്പര്യമായിട്ട്. പിന്നെ കുർച്ചം വേണം, പവിത്രം വേണം. ഒരു പാത്രത്തിൽ ശുദ്ധജലം വേണം. കിണ്ടിയാണ് കേരളത്തിൽ ഉപയോഗിക്കാറ്, അതുകൊണ്ട് കിണ്ടിയിൽ ശുദ്ധജലം എന്നാണ് നോട്ട് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധജലം വേണം. അഥവാ കിണ്ടി അല്ലെങ്കിൽ, കിണ്ടിയാണ് വെള്ളം ഇങ്ങനെ എടുത്ത് ഒഴിക്കാം. ഒരു സ്പൂണും കൂടെ വേണം. ഒരു ശുദ്ധജലം, ഒരു പാത്രം, കിണ്ടി, ഒരു സ്പൂണ്. ഒരു വിളക്ക് നല്ലതാണ്, പക്ഷെ പൊതുസ്ഥലങ്ങളിൽ വിളക്ക് വയ്ക്കാൻ പറ്റില്ല. വിളക്ക് വേണമെന്നില്ല, സങ്കല്പിച്ചാൽ മതി. ആദിത്യനെ സാക്ഷിയായിട്ട് ചെയ്താലും മതി. പക്ഷെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് വിളക്ക് വയ്ക്കാം. വീടുകൾ ചെയ്യുന്ന രീതിയാണ് തയ്യാറാക്കി. ഇതേ സംഗതി നമുക്ക് പൊതുസ്ഥലത്ത് ചെയ്യിക്കാവുന്നതാണ്. അല്ലെ, വിളക്കിലുണ്ടെങ്കിൽ എണ്ണ, തിരി, തീപ്പെട്ടി ഇത് വേണം. ഉണങ്ങലരി വറ്റിച്ച് വേവിച്ചത്, ഇതാണ് കവ്യം എന്ന് പറയുന്നത്. ഹവിസ് എന്ന് പറഞ്ഞാൽ ദേവതയ്ക്കെല്ലാം ഉപയോഗിക്കുന്നതാണ്. അതേ വസ്തു ഉണങ്ങലരിയാണ് ഉപയോഗിക്കുക കേരളത്തിൽ. ആ ഉണങ്ങലരി വറ്റിച്ച് വേവിക്കണം, വെറുതെ വാർത്ത് വേവിക്കരുത്, വേവിക്കണം. അതാ നീ കിട്ടിയില്ല പച്ചരി ഉപയോഗിക്കാം. കേരളത്തിൽ പുറമെ ഉണങ്ങലരി കിട്ടില്ല, പച്ചരി ഉപയോഗിക്കാം. അങ്ങനെ സാമാന്യ സാധനങ്ങൾ നോക്കിയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ നോട്ട് നോക്കിയിട്ട് മാറ്റി വേണം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. നമുക്ക് പെട്ടെന്ന് സങ്കല്പിക്കാവുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കിട്ടിയിൽ ചെയ്യാതിരിക്കരുത്, അതിനുവേണ്ടി കാത്തിരിക്കേണ്ട, സങ്കല്പിക്കുക. അടുത്ത വർഷം നമുക്ക് ഇതൊക്കെ സംഘടിപ്പിച്ച് ചെയ്യാം. കേരളത്തിൽ എത്ര ദൂരെയാണെങ്കിലും കേരളത്തിൽ നമുക്ക് ദർഭയും അതേപോലെ തന്നെ ചെറുളയും എല്ലായിടത്തും കിട്ടും. കുറച്ച് നേരത്തെ ശ്രമിച്ചാൽ കിട്ടും നമുക്ക്. പിന്നെ ഒരുക്കേണ്ട ക്രമം: ഒരു ചതുരശ്ര അടി സ്ഥലം ചാണകം മെഴുകി ശുദ്ധമാക്കണം. 1 അടി നീളത്തിൽ ഇതിന്റെ മുൻപിൽ നേരെ 1 അടി ദീർഘചതുരാകൃതിയിലിട്ട് ഒരു ചാണകം കൊണ്ട് മെഴുകുക. കിട്ടിയില്ലെങ്കിലോ വെള്ളം കൊടുത്താൽ മതി, അത് ചെയ്താൽ മതി. അതിനകത്ത് വിളക്കുണ്ടെങ്കിൽ അതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് വലത്ത് മാറിയിട്ട് ഒരു വിളക്കിൽ തെക്ക് വടക്ക് തിരിയിട്ട് വെക്കണം. എല്ലാ വസ്തുക്കളും അടുത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക.
നമ്മൾ നേരത്തെ പറഞ്ഞ മുഴുവൻ വസ്തുക്കൾ അടുത്തുണ്ടോ എന്ന് ഉറപ്പ് വരും. കേട്ടല്ലോ. പിന്നെ ഇരുന്ന് ശുദ്ധമായിരിക്കാം. സ്വസ്ഥമായിട്ടിരിക്കുക. തീരെ സ്വസ്ഥമായി. കേട്ടല്ലോ. അത് സാധാരണ പോലെ വീടുകളിലൊക്കെ നമുക്ക് ശരി ചമ്രം പടിഞ്ഞ് തന്നെ ഇരിക്കാം. കുന്തുകാലിരിക്കണം, നടുകാൽ മടക്കി അങ്ങനെ വെക്കണം എന്നൊക്കെ പറയുന്നത് അത് പൊതുസ്ഥലത്താണെങ്കിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സ്വസ്ഥമായിട്ടിരിക്കാം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിറകെ ശ്രദ്ധ ഇരിക്കാൻ പറ്റില്ല. സ്വസ്ഥമായിട്ടാണ് ചെയ്യേണ്ടത്. സ്വസ്ഥമായ ആസനത്തിൽ ഇരിക്കാം. പിന്നെ സങ്കല്പം ഇരുന്ന് കഴിഞ്ഞ് ഒക്കെ എല്ലാം തയ്യാറാക്കി വെക്കണം. സങ്കല്പം ചെയ്യാം. സാധാരണ സങ്കല്പം ചെയ്യുക ഇടത് കൈയിൽ വലത് കൈ വെച്ച് അട്ടകം പിടിച്ചാൽ മതി. ഇടത് കൈയിലേക്ക് വലത് കൈ പിടിക്കും. ഇന്ന് വലത് ഭാഗത്ത് വയ്ക്കാം. വലത്ത് തുടയിൽ വയ്ക്കാം. അങ്ങനെയാണ് സങ്കല്പം ചെയ്യാറ്. അതിന് ശാസ്ത്രീയ ഒരു വശമുണ്ട്. ഇട പിങ്കള നാഡികളുടെ അതെ. ഒരു ചോദ്യം വന്നിട്ട് എങ്ങോട്ടാ തിരിഞ്ഞ് ഞാൻ പറയാം. ഞാൻ അവസാനം അതിന് ഉത്തരം പറയാം. എങ്ങോട്ട് തിരിഞ്ഞിട്ട് കാര്യം അവസാനം പറയാം. പിന്നെ ചോദ്യം അവസാനം വന്നാൽ നന്നായിരിക്കും. ഒന്നിച്ച് ചോദിക്കാം നമുക്ക് കേട്ടോ. ഇത് ചാറ്റ് ബോക്സ് അപ്പം കാണാം. അപ്പോൾ സങ്കല്പം ചെയ്യും. മനസ്സിലായോ? എന്താണ് അപ്പം എന്താ സങ്കല്പം പറയേണ്ടത്? ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായ ലക്ഷ്യബോധമാണ്. എന്തിനാണ് നമുക്കൊരു ബോധ്യം വേണം. അതിനാണ് സങ്കല്പം ചെയ്യുന്നത്. പൂജയാണെങ്കിലും എല്ലാ കാര്യം സങ്കല്പം ചെയ്യേണ്ടത്. ഒരു സാധാരണ ഒരു ജോലി എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു സങ്കല്പം വേണം. അപ്പോൾ സങ്കല്പം ദൃഢമായിരിക്കണം. ഇച്ഛാശക്തിയാണ് ജ്ഞാനശക്തിയായും ക്രിയാശക്തിയായും മാറേണ്ടത്. അവിടെ സങ്കല്പം ദൃഢമായിരിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു നമുക്കൊരു ബോധ്യം വേണം. ചെറുതായൊരു സങ്കല്പക്രമമാണ് ഉണ്ടാക്കി വെച്ചത്. ഓം തത് സത് മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര മമ ഉഭയവംശ പിതൃണാം പ്രീത്യർത്ഥം. ഉഭയവംശ രണ്ട് വംശം, ആദിവംശത്തിന്റെയും പിതൃവംശത്തിന്റെയും പിതൃപരമ്പരയുടെ പിതൃക്കളുടെ ഒരു പിതൃണാന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. എല്ലാവർക്കും അവരുടെ അനുഗ്രഹം വേണം. പ്രീത്യർത്ഥം അവരുടെ അനുഗ്രഹത്തോടു കൂടി തൻ്റെ ദുരിതം മുഴുവൻ തീരണം. പാർമണ ശ്രാദ്ധം അഹം കരിഷ്യേ. ഞാൻ പാർമണശ്രാദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് ഉറപ്പുവരുത്തും. തൻ്റെ മനസ്സ് ഉറപ്പുവരുത്തണം. അതിനുശേഷം തീർത്ഥമുണ്ടാക്കണം. വലത് കൈയുടെ മോതിരവിരലാണ് പവിത്രം ഇടേണ്ടത്. അപ്പോൾ കൈ കഴുകി. അപ്പോൾ ഇത് സങ്കല്പിച്ചാൽ കൈ ഒന്ന് കഴുകി വെള്ളം കൊണ്ട് നനച്ച് പവിത്രമിട്ട് ആ പവിത്രം പുഷ്പം, ചെറുള, അവിടെ ചെറുളയും ചെറുള മതി അല്ലെങ്കിൽ തുളസി മതി. കേട്ടല്ലോ. ഇതിൽ ചെറുള കിട്ടിയില്ലെങ്കിൽ പുഷ്പം ഏതെങ്കിലും പുഷ്പം എടുക്കാം. നമ്മളവിടെ പുഷ്പം പ്രത്യേകം എഴുതിയത് ചന്ദനം, കുറച്ച് ചന്ദനം, ഒരു തുള്ളി ചന്ദനത്തിന്റെ ജലം ഒരു തുള്ളി എടുക്കാം. എള്ള്, അക്ഷതം എന്നിവ കൂട്ടിയെടുത്ത് ഇതെല്ലാം കൂട്ടിയെടുത്ത് പാത്രത്തിലെ ജലത്തിലിടണം. ആ വെള്ളം തീർച്ചയാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂട്ടിയെടുത്ത് അതിലിടും. വലത് മോതിരവിരലുണ്ട് വെച്ചാൽ പവിത്രട്ട കൈകൊണ്ട് അത് തൊടുക. എന്താ പറയാ, ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. എന്നിട്ടോ അതില് കുറച്ച് വെള്ളം കയ്യിലെടുക്കാം. ആ കിണ്ടിയുടെ വാലിലൂടെ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് കിണ്ടിരിക്കാൻ വിളിക്കുക. അതിന് 3 പ്രാവശ്യം ചെയ്യും. കിണ്ടി അല്ലെങ്കിൽ അതിന് വെള്ളം എടുക്കാൻ സ്പൂൺ ഉണ്ടാവുമല്ലോ, വെള്ളം മുകളിലേക്ക് എടുത്ത് അതിലേക്ക് വിളിക്കണം 3 പ്രാവശ്യം. ഞാൻ 3 തവണ ചെയ്യണം. അത് തീർത്ഥമാക്കാൻ വേണ്ടി സങ്കല്പമാണ്. ഇത് പവിത്രം എൻ്റെ കയ്യിലുള്ള എൻ്റെ മുൻപിലുള്ള ജലം തീർത്ഥമാണ്. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ പ്രധാനപ്പെട്ട 7 നദികളാണ്. അതിൻ്റെ തീരത്ത് മുഴുവൻ പോയിട്ട് പിതൃശ്രാദ്ധം ചെയ്യാറുണ്ട്. എല്ലാ നദികളുടെ ഈ പ്രധാനപ്പെട്ട നദികളുടെ അവിടെയൊക്കെ പോയിട്ട് പിതൃശ്രാദ്ധം ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിൽ തീർത്ഥം എൻ്റെ മുൻപിലുള്ള ഈ ജലത്തിലുണ്ടാകണം. ജലേസ്മി എൻ്റെ മുൻപിലുള്ള ജലത്തിൽ അതിന് സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ള സങ്കല്പം. ഇപ്പോൾ കഴിഞ്ഞു. ഇതുകൊണ്ട് എല്ലായിടത്തും തളിക്കാം. കേട്ടോ. കുറച്ച് വെള്ളം എടുത്ത് എല്ലായിടത്തും തന്നെ തളിക്കാം. കേട്ടത്. പിന്നെ പീഠസങ്കല്പം. പീഠം എന്ന് പറയുന്നത് ഇരിപ്പിടുന്ന അർത്ഥമുള്ളൂ. 4 കാലുള്ള പീഠം സങ്കല്പിക്കേണ്ട. നമ്മൾ പിതൃക്കൾ അതിവിശിഷ്ടമായ വ്യക്തികളെയാണ് നമ്മൾ ആവാഹിച്ച് വെക്കുന്നത്. തൻ്റെ പൂർവികന്മാർ തന്നെ വിശിഷ്ടമാണ്. പക്ഷെ എവിടെ ആവാഹിക്കുന്ന പ്രശ്നം മരിച്ചുപോയ സ്ഥലത്ത് അല്ല എന്ന് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. പൂർവികന്മാരെ തന്നെയാണ്, പക്ഷെ അത് മരിച്ചുപോയവരല്ല. കേട്ടല്ലോ. അപ്പം ആവാഹിച്ച് അവരിരുത്താൻ ഒരു നിലത്തിരിക്കാൻ പാടില്ല. ഒരു വിശിഷ്ട വ്യക്തി എവിടെ ഇരിക്കുക. പണ്ട് കാലത്ത് ഒരു പായെങ്കിലും ഇട്ട് കൊടുക്കും.
ഒരു പുല്ല് വാങ്ങിയിട്ട് കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു പലക കൊടുക്കും. ഇന്നത്തെ കാലത്ത് കസേര കൊടുക്കും. എന്തെങ്കിലും കൊടുക്കും. ഇരിക്കാൻ എന്തെങ്കിലും കൊടുക്കും. ആര് വന്നാലും. അതുകൊണ്ട് അവർക്ക് ഒരു ഇരിക്കാൻ ഇരിക്കുക. മന്ത്രം കൊണ്ടാണ് നമ്മൾ ആവാഹിക്കുന്നത്. നമ്മൾ സങ്കല്പം കൊണ്ട് ആവാഹിക്കുന്നത്. സങ്കല്പപീഠം വഴി. അപ്പൊ വലത് കൈയിൽ കുറച്ച് ജലമെടുത്ത് മുൻപിൽ തളിക്കുക. അവിടെ 21 ദർഭപ്പുല്ല് നമ്മൾ നേരത്തെ ചാണകം തളിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ തളിക്കേണ്ടത്. അവിടെ 21 ദർഭ പറഞ്ഞിട്ടുണ്ടല്ലോ. തലയുള്ള 21 ദർഭ ഇതെടുത്ത് തലഭാഗം തെക്കോട്ട് വരുന്ന രീതിയിൽ വിരിക്കുക. മനസ്സിലായോ? തലഭാഗം തെക്കോട്ട് വേണം. ആ രീതി വിരിക്കണം. 21ന്റെ അർത്ഥം എന്ന് വെച്ചാൽ അടിത്തറ. ഒരു ജന്മത്തിന് അടിത്തറ 21 പരമ്പരയാണ്. 7 തലമുറയുടെ പുറകിൽ അതിന്റെ 3 തലമുറ കൂട്ടിയിട്ട് 21 പരമ്പര സങ്കല്പം. കേട്ടല്ലോ? അപ്പൊ 21 പിതൃ പരമ്പരയ്ക്ക് വേണ്ടി ഈ പീഠം അവിടെ അങ്ങനെ വിരിക്കുന്നത്. അതാണ് അടിത്തറ. വിരിക്കുക. തൊഴുതുകൊണ്ട് അവിടെ പിതൃക്കളെ ആവാഹിക്കാനുള്ളതാണ് പീഠമാണ് സങ്കല്പിക്കുക. ആ പീഠം എന്തിനാണ് സങ്കല്പിക്കണം? തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുക. പിതൃക്കൾക്ക് ആ പീഠമാണ്. പിതൃക്കൾ വന്ന് അവരുടെ സാന്നിധ്യം ചെയ്യാതെ പീഠമാണ് എന്ന് സങ്കല്പിക്കണം. അതിലേക്കാണ് പിതൃ ചൈതന്യങ്ങൾ ആവാഹിക്കേണ്ടത്. അപ്പോൾ ചെറുള, ചന്ദനം, എള്ള്, അക്ഷതം, കൂർച്ചം, തീർത്ഥം വലത് കൈയിൽ കുറച്ച് പുഷ്പം എടുക്കാം. എന്നുവെച്ചാൽ ചെറുളെങ്കിൽ ചെറുള അല്ലെങ്കിൽ പുഷ്പം. ചെറുള, തുളസി വേണം, നിർബന്ധ കാര്യമൊന്നാണ് കേട്ടോ. ചെറുള ഇല്ലെങ്കിലേ തുളസി വേണ്ടു. ചെറുളയാണ് ഇവർക്ക് പ്രധാനം. ബലിപുഷ്പം എന്നതിൻ്റെ പേര്. എള്ള് നിർബന്ധമാണ്. എള്ള് വേണം. അക്ഷതം, അരിയും നെല്ലും കുറച്ച്. കൂർച്ചം 3 ഗർഭക്കുള്ളിൽ കുറിച്ചുണ്ടാക്കിയിട്ട് അത് സൂക്ഷ്മ ശരീര പ്രതീകമാണ്. ഇതാ പിങ്കള നാഴിയുടെ പ്രതീകമാണ് കുറിച്ചം എന്ന് പറയുന്നത്. തീർത്ഥം, കിണ്ടിയിൽ തീർത്ഥം ഉണ്ടാകുന്നത് ചേർത്ത് വലത് കൈ പിടിക്കുക. എന്നാൽ ഇടത് കൈ കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഇടത് കൈ കൂട്ടി ഹൃദയത്തോട് ചേർത്ത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും പരമ്പരയിലുള്ള എല്ലാ പിതൃക്കളുടെയും സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇവരെ മുഴുവൻ പരമ്പര സാന്നിധ്യം ഉണ്ടാക്കുന്നത് മനസ്സുകൊണ്ട് ഉറപ്പിക്കാം. ശ്രദ്ധാപൂർവം ദൃഢനിശ്ചയത്തോട് സങ്കല്പിച്ച് അവിടെ വരും. ആണ് പ്രത്യേകത. നമ്മൾ വളരെ പവിത്ര അത് മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ ഇത് മാത്രം വന്നു, ഇത് മാത്രമേ മനസ്സിലൊന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വസുരുദ്ര ആദിത്യ സ്വരൂപാൻ അസ്മത് ഉഭയവംശ പിതൃൻ ആവാഹയാമി സ്ഥാപയാമി എന്ന് സങ്കല്പിച്ച് പീഠത്തിൽ വയ്ക്കുക. നെഞ്ചത്ത് വെച്ചു. ഇവിടെ ഹൃദയത്തിൽ എവിടെ ആവാഹിക്കുക? തൻ്റെ ഉള്ളിൽ നിന്നാണ്, പുറമേ നിന്നല്ല. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള പൂർവികർ ചൈതന്യം തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അവിടെ നിന്നാണ് ആവാഹിക്കുന്നത്. അപ്പൊ വസുരുദ്ര ആദിത്യ സ്വരൂപാൻ അസ്മത് എൻ്റെ ഉഭയവംശ 2 വംശത്തിന് പിതൃപരമ്പര ആവാഹിക്കപ്പെടട്ടെ. ആവാഹയാമി സ്ഥാപയാമി എന്ന് പറഞ്ഞ് ആ പീഠത്തിൽ മുഴുവൻ ഒരു പൂവെടുത്ത്, ചെടിയുടെ പൂവെന്ന് പറഞ്ഞ് ചെറുളയാണ് ഉദ്ദേശിക്കുന്നത്. പൂവെടുത്ത് പിതൃഭ്യോ നമ എന്ന് ആരാധിക്കുക. പിതൃഭ്യോ നമ ആരാധിക്കുക. വലത് കൈയിൽ ജലമെടുത്ത് എള്ള് കുറച്ച് ചേർക്കാം. കാരണം തിലോദകമാണ് സമർപ്പിക്കുക. തിലോജി എള്ള് ചേർത്ത ജലത്തിനാണ് പ്രാധാന്യം. എള്ള് ചേർത്ത് ചൂണ്ടുവിരലോട് സമർപ്പിക്കുക. വലത് ചൂണ്ടുവിരൽ സമർപ്പിക്കുക. ജലം സമർപ്പയാമി. ഒരു പൂജയാണിത്. സാധാരണ പൂജയിൽ ഇതിൻ്റെ ക്രിയ. ആദ്യം ജലം, പിന്നെ അത് 3 പ്രാവശ്യം ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ ചന്ദനം എടുത്ത് ജലം ചേർത്ത് ചൂണ്ടുവിരലോട് ചന്ദനം സമർപ്പിക്കുക. ഗന്ധം സമർപ്പയാമി എന്ന് പറയുക. വീണ്ടും 3 പ്രാവശ്യം ജലം സമർപ്പിക്കണം. ഓം നമ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ജലം സമർപ്പിക്കാം. അല്ല, 1 പ്രാവശ്യം ജലം സമർപ്പിക്കാം. പിന്നെ 3 പ്രാവശ്യം ചെറുള എടുത്ത് 3 പ്രാവശ്യം ചെറുള മാത്രം മതി എടുത്തിട്ട് 3 പ്രാവശ്യം പുഷ്പം സമർപ്പയാമി എന്ന് സങ്കല്പിക്കും. ചെയ്യും. അങ്ങനെ ചെയ്ത ശേഷം പൂജ കഴിഞ്ഞു. ജല, ഗന്ധ, പുഷ്പങ്ങളുള്ള പൂജ. ആകെ ശ്രദ്ധിക്കേണ്ട പുഷ്പം എന്ന് പറയും ചെറുളയാണ് വിചാരിച്ചു. ചെറുള കിട്ടിയില്ലെങ്കിൽ തുളസിയോ മറ്റു പുഷ്പങ്ങളോ എടുക്കാം. നടക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ പിണ്ടസമർപ്പണം വളരെ ലഘുവായിട്ട് തയ്യാറാക്കിയിരിക്കുന്നു. കവ്യം എള്ള് ചേർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉണങ്ങലരി വറ്റിച്ച് വേവിച്ച് വെക്കണം.
അത് എള്ള് ചേർത്ത് ഉരുട്ടണം. ധാരാളം എള്ള് വേണം. അത് ഉരുട്ടി പിണ്ഡാകൃതിയിലാക്കി പിരമിഡ് ആകൃതിയിലാക്കണം. ഉരുട്ടുന്നു. എന്നിട്ട് അതിനടിയിൽ വെക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി പിന്നെ പിരമിഡ് ആകൃതി ഉണ്ടാക്കി. നമുക്കറിയാം. പിന്നെ നമ്മളതിനെ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഉരുട്ടി വെച്ചാലും മതി. കഴിയുന്നതും ഒരു പിണ്ഡാകൃതി തന്നെ വയ്ക്കാം. അതിൻ്റെ പിണ്ഡമെടുത്ത് സങ്കല്പിക്കാം. അതിൻ്റെ കയ്യിൽ വെച്ച് ഹൃദയത്തോട് ചേർത്ത് സങ്കല്പിക്കാം. മാതൃവംശേ മൃതായ ച പിതൃവംശേ തഥൈവ ച ഗുരു ശുശ്രുര ബന്ധൂനാം യേ ചാന്യേ ബാന്ധവസ്മൃത. തൻ്റെ ബന്ധപ്പെട്ട മുഴുവൻ പിതൃക്കളെ സങ്കല്പിക്കുക. തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാഹം പ്രാർത്ഥയാമി പ്രസീദമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കണം. അവിടെ സങ്കല്പത്തിനുള്ള പ്രാധാന്യം താനുമായി ബന്ധപ്പെട്ട മാതൃവംശത്തിലും പിതൃവംശത്തിലും ബന്ധുവർഗത്തിലും ഗുരുപരമ്പരയിലും അതുപോലെ തന്നെ സകല ബന്ധുക്കളെയും അതുപോലെ മറ്റേതെങ്കിലും ആളുകളുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ശത്രുക്കളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അവരുടെ പിതൃപരമ്പര നമ്മൾ അനുഗ്രഹിക്കണം. അവരെ മുഴുവൻ അവർക്ക് മുഴുവൻ തിലോദകവും പിണ്ഡവും സമർപ്പിക്കുന്നു. തിലോദകം ച പിണ്ഡം ച എന്തിനാ പിതൃണാം പരിതുഷ്ടയെ അവരുടെ സന്തോഷത്തിന് വേണ്ടി സമർപ്പിക്കും. സമർപ്പയാമി ഭക്തിയാഹം. അപ്പം ഭക്തിയാഹം വാക്കുകൊണ്ട് പറഞ്ഞാൽ പോലെ തൻ്റെ ഉള്ളിൽ ഭക്തി വേണം. പ്രാർത്ഥയാമി പ്രസീദമി എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയും. എന്നവിടെ വയ്ക്കുക. അതിനുശേഷം 3 പ്രാവശ്യം ജലം സമർപ്പിക്കുക. എപ്പോഴും ജലം എന്ന് പറയുമ്പോൾ എള്ള് ചേർത്ത് ജലമാണ് സമർപ്പിക്കേണ്ടത്. 3 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ എള്ള് ചേർത്ത് തിലോദകമാണ് സമർപ്പിക്കേണ്ടത്. എപ്പോഴും സമർപ്പിക്കുമ്പോൾ വലത് ചൂണ്ടുവിരലോട് സമർപ്പിക്കണം. അതിനുശേഷം വീണ്ടും ചന്ദനജലം സമർപ്പിക്കുക. ഗന്ധം സമർപ്പയാമി. 1 പ്രാവശ്യം ജലം ഓം നമ. 3 പ്രാവശ്യം പുഷ്പം സമർപ്പിക്കുക. പുഷ്പം സമർപ്പയാമി എന്ന് പറയും. എള്ള് തൊട്ട് ജലം 9 പ്രാവശ്യം സമർപ്പിക്കുക. എള്ള് തൊട്ട ജലം 9 പ്രാവശ്യം സമർപ്പിക്കണം. തിലോദകം സമർപ്പയാമി എന്ന് പറയുന്നു. കഴിഞ്ഞു. പിണ്ടക്രിയയുടെ പ്രധാന ഭാഗം കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇത്രയും ലളിതമായ സാധനം ചെയ്താൽ പിതൃപരമ്പരയുടെ ദോഷം ഉണ്ടാവില്ല. ഏറ്റവും ലഘുവായി ചെയ്ത് സമ്പ്രദായം ചെയ്തു കേട്ടോ. വലിയ വിശദമാക്കിയിട്ടില്ല. വിശദമായി ചെയ്യാൻ ധാരാളം സമ്പ്രദായങ്ങളുടെ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ പാർവണ ശ്രാദ്ധം ലളിതമായിട്ടാണ് ചെയ്യാറ്. കാരണം വളരെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് പാർവണ ശ്രാദ്ധം. ഏകോദശ ശ്രാദ്ധം പോലെ അത്രയും സങ്കീർണമല്ല ഇത്. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം. ഇത്രയും ചെയ്താൽ നമുക്ക് അനുഗ്രഹം കിട്ടുമെങ്കിൽ, സമൃദ്ധി ഉണ്ടാവുമെങ്കിൽ നമ്മൾ എന്ത് വിട്ടുപോയ കാലത്ത് അശ്രദ്ധ കൊണ്ട്, ശ്രദ്ധയില്ലായ്മയാണ് മുഴുവൻ നാശത്തിനും ഹൈന്ദവ നാശത്തിനും കാരണം. തീർന്നിട്ടില്ല. അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. പിതൃസ്മരണം കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നിന്ന് വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒരു പുഷ്പാരാധന. എഴുന്നേറ്റ് നിന്ന് വടക്ക് ഭാഗത്ത് പുഷ്പാരാധന. എന്നിട്ട് അവിടെ പ്രാർത്ഥിക്കണം. പുണ്യസ്ഥലങ്ങളുടെ ആ പുണ്യചൈതന്യം മുഴുവൻ നമ്മൾ പിതൃക്കൾക്ക് ലഭിക്കണം. ആ പുണ്യസ്ഥലങ്ങൾ സങ്കല്പിക്കണം കേട്ടല്ലോ. ശ്രീ കാഞ്ചി, പുരുഷോത്തമം, ബദരിക, അയോധ്യ, ഗയ, ദ്വാരക, ഗോകർണാമല, കാളഹസ്തി, മധുര, മീനാക്ഷി, രാമേശ്വരം, ശ്രീരംഗം, കമലാലയം, അരുണഗിരിം, ശ്രീകുംഭകോണാഭിതം, ശ്വേതാരണ്യപുരം, ചിദംബരസഭ, മോക്ഷായ ധ്യായേത് ഹൃദി. ഭാരതത്തിലെ മുഴുവൻ പുണ്യസ്ഥലങ്ങൾ നമ്മൾ അവിടെയൊക്കെ പോയ പിതൃശ്രാദ്ധം ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അവിടെ മുഴുവൻ പോയിട്ട് പിതൃശ്രാദ്ധം ചെയ്യണം. അതിന് പറ്റാത്തതുകൊണ്ട് സങ്കല്പിച്ചാൽ ആ ചൈതന്യം ഇവിടെ ഉണ്ടാകും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ബോധം പ്രപഞ്ചത്തോളം വികസിച്ചതാണ്. അപ്പൊ നമ്മൾ സങ്കല്പിച്ചത് ഇവിടെ വരും. ശ്രീകാശി, പുരുഷോത്തമം, ബദരിക, അയോധ്യ, ഗയ, ദ്വാരക, ഗോകർണാമല, കാളഹസ്തി, മധുര, കാമാക്ഷി, രാമേശ്വരം, ശ്രീരംഗം, കമലാലയം, അരുണഗിരിം, ശ്രീകുംഭകോണാഭിതം, ശ്വേതാരണ്യപുരം, ചിദംബരസഭാം, മോക്ഷായ ധ്യായേത് ഹൃദി എന്ന് സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക. ചെയ്യേണ്ടത് കാരണം ദേവസങ്കല്പമായതും കിഴക്കോട്ടാണ് ചെയ്യേണ്ടത്. തിരിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക.
തിരിഞ്ഞിരുന്ന് ചെറിയ ഇലയിൽ ബാക്കിയുള്ള എല്ലാം കൂട്ടിയെടുത്ത്, ഇലയിൽ കുറേ എള്ളു മുതൽ ബാക്കിയുണ്ടാവും, എല്ലാം കൂട്ടിയെടുത്ത് അമ്മയുടെയും അച്ഛൻ്റെയും വംശപരത മുഴുവൻ പൂർവികരെയും സ്മരിച്ച് ഈ ഹവിസ്സും ഈ കവ്യവും ഈ ബാക്കി എള്ളും എല്ലാം കൂടി ചേർത്തെടുത്ത് എല്ലാവരും സങ്കല്പിക്കാം പൂർണ്ണ സമർപ്പണം എന്ന് എല്ലാവരും സ്മരിച്ച് പിണ്ടത്തിൽ സമർപ്പിക്കുക. ദർഭ തൊട്ട് പ്രാർത്ഥിക്കുക. ആ ദർഭ തൊട്ട് നമസ്കരിക്കാം, രണ്ടുപേരും നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം, കേട്ടല്ലോ. അത് മറ്റ് സത്സന്താനങ്ങളും സത്സന്താനങ്ങൾ ഉണ്ടാവണം പിതൃശ്രാദ്ധം ചെയ്യും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. സന്താനം ഉണ്ടാവണം, നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവണം. ശരിക്കാണ് പ്രാർത്ഥിക്കണം. ഫലം ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവും, അനുഭവിക്കാവുന്ന ഫലം ഉണ്ടാവും. അപ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിന്ന് തൊഴുതുകൊണ്ട് ആത്മപ്രദക്ഷിണം ചെയ്യുക. ഒരു പ്രാവശ്യം സ്വയം ചുറ്റുക. പിണ്ടത്തെ പ്രദക്ഷിണം വെക്കാം, അല്ലെങ്കിൽ സ്വയമായിട്ട് ആത്മപ്രദക്ഷിണം ചെയ്യും. യാനി യാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതി. മുട്ടുകൊത്തി നമസ്കരിക്കുക, പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. അടുത്ത ദീർഘനമസ്കാരം വേണ്ടെന്ന് അർത്ഥം. പഞ്ചാംഗ നമസ്കാരം മതി, ദീർഘദണ്ഡ നമസ്കാരം വേണ്ട. അവിടെ മുട്ടുകൊത്തി പഞ്ചാംഗം വെച്ച് നമസ്കരിക്കുന്ന അർത്ഥമുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞു. മനസ്സിലേക്ക് നോക്കുക, തൃപ്തിയായോ, തൻ്റെ മനസ്സിൽ തൃപ്തിയായോ എന്നും സ്വന്തം മനസ്സിലേക്ക് നോക്കുക. അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. വേണമെങ്കിൽ അവിടെ കുറച്ച് നാരായണ മന്ത്രം ജപിക്കാം, നമശിവായ ജപിക്കാം, അത് നല്ലതാണ്. അത് കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടേ, ഇവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രമുണ്ട്, ഒരു ശാസ്ത്ര സാഹിത്യമുള്ളത്. അത് കഴിഞ്ഞ് സമർപ്പിക്കാം. എങ്ങോട്ടാ ഈ പിതൃ ആവാഹിച്ചു വെച്ചാൽ എങ്ങോട്ട്, തൻ്റെ ഉള്ളിൽ നിന്നാണ് ആവാഹിച്ചത് എങ്ങോട്ടാ പിന്നെ പറഞ്ഞയക്കുന്നത്, ഉദ്വസിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ അതിലെ കൂർച്ചുണ്ടല്ലോ, കൂർച്ചത്തെ ആവാഹിക്കുന്നു. അറ്റത്ത് 3 ദർഭ എടുത്ത് അതിന് ഒരു പവിത്രക്കെട്ട് കിട്ടിയതാണ് അടിയിൽ വെക്കുന്നത്, ഈ അതിലേക്ക് ആവാഹിക്കുന്നത്. അതിൻ്റെ കെട്ടങ്ങ് അഴിക്കുക, വിഷ്ണുപാദത്തേക്ക് ലയിച്ചു, വിഷ്ണു ലോകത്തിലേക്ക് ലയിച്ചു എന്ന് സങ്കല്പിക്കുക. കേട്ടോ, വിഷ്ണു ലോകത്തേക്ക് ലയിച്ചു എന്ന് സങ്കല്പിക്കുക. എന്താ വിഷ്ണു ലോകം എന്ന് പറയുന്ന അർത്ഥം? വിഷ്ണു എന്ന് പറഞ്ഞാൽ അവതാര വിഷ്ണു അല്ല, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഈശ്വരൻ എവിടെയാ? എല്ലായിടത്തും ഉണ്ടെന്ന് പറയുമല്ലോ. ആ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്, വ്യാപിച്ചു നിൽക്കുന്നതെന്ന അർത്ഥം. അപ്പം പ്രപഞ്ചബോധത്തിലേക്ക്, ഞാൻ എന്ന് പറയുന്ന പരിമിതമായ ബോധത്തിൽ നിന്ന് പ്രപഞ്ചബോധത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉന്നതമായ സങ്കല്പം നോക്കണം. അപ്പോൾ തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. തൻ്റെ ബോധം, ഒരു മനുഷ്യ ജീവിതത്തിൽ ലക്ഷ്യം ഞാനെന്ന ഭാവമത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്ന സങ്കല്പമുണ്ട്. ജീവിത ലക്ഷ്യം ഞാൻ എന്ന് പറയുന്ന പരിമിതമായ ബോധതലത്തിൽ നിന്ന് പ്രപഞ്ചബോധത്തോളം വികസിക്കണം എന്നുള്ളത്. അത് സാധിക്കാൻ വേണ്ടി തൻ്റെ ഉള്ളിലുള്ള പിതൃചൈതന്യത്തെ, ആ പിതൃചൈതന്യത്തിലാണ് നമ്മളുണ്ടാവുന്നത്. അപ്പം തൻ്റെ ചൈതന്യം അടക്കമാണ് ഇവിടെ വരുന്നത്. അത് വിഷ്ണു ലോകത്തേക്ക് ജയിപ്പിക്കുന്നത്. വിഷ്ണു ലോകം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞ ഈശ്വര ചൈതന്യത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഞാനെന്ന ബോധം, അഖിലം ഞാൻ എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്നത് പ്രപഞ്ചബോധമാണ്. ഇത് പോട്ടെ എന്ന് സങ്കല്പിക്കും. കേട്ടല്ലോ. പിന്നെ പിണ്ടവും എല്ലാം കൂടി എടുക്കുക. ഒരു ഇലയിലേക്ക് നമ്മൾ 2 ഇല പറഞ്ഞിട്ടുണ്ട്. ഒരേ വസ്തുക്കളൊക്കെ വെക്കേണ്ടത്. ആ 2 നാക്കില പറഞ്ഞത്, ഒന്ന് എല്ലാ വസ്തുക്കളും വെക്കാനും, ഒന്ന് ഹവിസ് കവ്യം, ആ വേദിച്ചോറ് ഉണ്ടാക്കി വെക്കാനും വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഇല. അവിടുന്നാണ് ഇത് ഹവിസ് കവ്യം എടുത്തിരിക്കുന്നത്. അതിലേക്ക് എല്ലാം കൂട്ടി വെച്ച് 2 ഇലയും കൂടി ചേർത്ത് വെക്കാം. കാരണം ഇത് കൊണ്ടുപോകും, വീണ്ടും പൊട്ടിപ്പോണ്ട. കേട്ടല്ലോ. പിണ്ടവും പുല്ലും അടക്കം എല്ലാം എടുത്ത് ഈ നാക്കിലയിൽ വെച്ച് തലയ്ക്ക് മുകളിൽ പിടിച്ചാൽ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. നേരെ കൊണ്ടുപോയിട്ട് തെക്കേ മുറ്റത്ത് കൊണ്ടുപോയി തളിച്ച് മെഴുകിയ സ്ഥലത്ത്, വീട്ടിലാണ്, വീടിൻ്റെ തെക്ക് ഭാഗത്ത് തളിച്ച് മെഴുകി ഇവരിലേക്ക് തയ്യാറാക്കി വെക്കണം. തെക്ക് വടക്കായിട്ട് തളിച്ച് റെഡിയാക്കി വെക്കണം. അവിടെ വെച്ച് കൈ നനച്ച് കൈ കൊട്ടി പ്രാർത്ഥിക്കുക. കൈ നനച്ച് കൊത്തിയ കാക്ക വരും. കേട്ടല്ലോ. അഥവാ അവിടെ പറ്റിയില്ലെന്ന് വിചാരിക്കും, നമുക്ക് അങ്ങനെ നല്ല സൗകര്യം ജലാശയത്തിനടുത്താണ് എന്ന് വെച്ചാൽ
ജലാശയത്തിലോ സമുദ്രത്തിലും കൂടി സമർപ്പിക്കാം. കേട്ടല്ലോ. അതിനുശേഷം ഓം നമഃശിവായ ജപിച്ച് ഭസ്മം ധരിക്കണം. നമ്മളോട് നമസ്കരിക്കുന്ന സമയത്ത് ആ ഗർഭതൊട്ട് നമസ്കരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് കുറച്ച് നാരായണ മന്ത്രം ജപിക്കുന്ന നല്ലതാണ്. സമയമുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും. നാരായണൻ വിഷ്ണുവാണല്ലോ. വിഷ്ണുവിൻ്റെ മന്ത്രമാണ് നാരായണൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന നന്നായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എത്ര സമയം എടുക്കും? പറയാൻ തന്നെ എത്ര സമയം എടുക്കും? ആകെ ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അരമണിക്കൂർ 40 മിനിറ്റ് എടുക്കാം. ചെയ്യാൻ അത്രയും സമയമില്ല. അപ്പോൾ നേരത്തെ മനസ്സുകൊണ്ട് നന്നായി തയ്യാറാവാം. ഇന്ന് 20 അപ്പോൾ 4 ദിവസമുണ്ട്. 24-ാം തീയതി 3 ദിവസമുണ്ട്. 20, 21, 22, 23 ദിവസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം. ഒരു ചോദ്യം വന്ന് രണ്ട് ചോദ്യമുണ്ട്. ഉത്തരം പറഞ്ഞ ശേഷം മറ്റുള്ളവർ ചോദിക്കാൻ അവകാശമുണ്ട്. ഒന്ന് എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം? പൊതുവെ സുമംഗലികളായ സ്ത്രീകൾ കിഴക്കോട്ടാണ് ഇരിക്കേണ്ടത്. ബാക്കി എല്ലാവരും തെക്കോട്ടാണ് ഇരിക്കേണ്ടത്. കേട്ടോ. സുമംഗലി വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഉള്ള സ്ത്രീകൾ കിഴക്കോട്ടാണ് തിരിഞ്ഞ് അതൊക്കെ ചെയ്യേണ്ടത്. ബാക്കി എല്ലാവരും തെക്കോട്ടാണ് ചെയ്യേണ്ടത്. പുരുഷന്മാരും വിധവകളായ സ്ത്രീകൾ എല്ലാവരും തെക്കോട്ട് തിരിഞ്ഞാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ചോദ്യം എന്താ ഒരു ചോദ്യം ഒന്ന് മറ്റേ ചാറ്റ് ബോക്സ് ഒന്ന് മനോജ് നോക്കുന്നു. ഇന്നത്തെ ക്ലാസിന്റെ വീഡിയോ കിട്ടുമെന്ന് ചോദിച്ചു. വീഡിയോ കിട്ടും. ഈ ക്ലാസ്സിലെ വീഡിയോ കിട്ടും. വീഡിയോ തരും. ഷെയർ ചെയ്യും. യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ കിട്ടും. സഭയുടെയും അതുപോലെ തന്നെ പുനർജൻ്റെ ഒക്കെ യൂട്യൂബിൽ കിട്ടും. എല്ലാ യൂട്യൂബിലും കിട്ടും. നമ്മൾ പൊതുവെ ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ വേറെ ചോദ്യം? ആരോ ഗയയിൽ പോയെന്തോ ചോദ്യം ഉണ്ടല്ലോ, കണ്ടോ? സ്ത്രീകൾക്ക് പവിത്രം ധരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ഹിന്ദു മതത്തിനകത്ത് ഹിന്ദുമത സ്ത്രീ പുരുഷ ഭേദമേ ഇല്ല. കേട്ടല്ലോ. സ്ത്രീകളും പവിത്രം ധരിക്കണം. എന്താ മോശം? അവരുടെ കൈയല്ലേ ധരിക്കണം. കേട്ടല്ലോ. സമുദ്രത്തിൽ ഒഴിക്കുമ്പോൾ കൈ കൊട്ടണോന്ന്? വേണ്ട, ആവശ്യം പ്രായോഗികമല്ലല്ലോ. സമുദ്രത്തിൽ പോയിട്ട് കൈ എന്തൊക്കെ കാര്യം കേൾക്കില്ല. അതിന്റെ കാക്ക വരില്ല. ഇത് കൈ കൂടെ കാക്ക വരണമെന്ന് ഉദ്ദേശിച്ചിട്ട് കാക്കയെ കൈ നനച്ച് കുട്ടികൾ കാക്ക വരും എന്നൊരു സാധനമായിട്ട് അനുഭവം അതാണ്. പിന്നെ ഈ സ്വഭാവമുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് എല്ലാ വീടുകളും ശ്രാദ്ധം കിട്ടുമല്ലോ. വർഷത്തിൽ 1-2 പ്രാവശ്യം ചെയ്യും. കാക്കകൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. അതുകൊണ്ട് അവരത് എന്തായാലും വരും. സമുദ്രത്തിന് ആവശ്യമില്ല. കാരണം സമുദ്രത്തിലേക്ക് ലയിപ്പിക്കുക. അവിടെ മത്സ്യങ്ങൾക്കും മറ്റു ജീവികൾക്കും കൊടുക്കുകയാണ്. കൈകൊട്ട കാര്യമില്ല. പിന്നെന്താ ഗയയിൽ പോയെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. രണ്ടുപേർ ചോദിക്കാനുണ്ട്. നമുക്ക് അവർക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ചാറ്റ് ബോക്സിൽ എനിക്ക് വന്നിട്ടില്ല. വിശ്വട്ടിന് നേരിട്ടിട്ടാ തോന്നുന്നുണ്ട്. വിശ്വട്ട, അടുത്ത തീർത്ഥം ഉണ്ടാക്കുമ്പോൾ എള്ള് ചേർക്കണോ എന്ന് ചോദിച്ചു. വേണം, എള്ള് ചേർക്കണം. എള്ളിന് പ്രാധാന്യമുണ്ട്. കാരണം പിതൃശ്രാദ്ധങ്ങൾക്ക് തിലോദകത്തിലാണ് പ്രാധാന്യം. എള്ള് ചേർത്ത ജലത്തിലാണ് ഈ പ്രധാനം. അവിടെ അക്ഷരത്തിന് പകരം ആണ് ശരിക്കും എള്ള് ചേർക്കുന്നത്. എള്ളിന്റെ പ്രാധാന്യം വിഷ്ണുവിലേക്കാണ് ലയിപ്പിക്കുന്നത്. വിഷ്ണു വ്യാപിച്ചു നിൽക്കുന്ന പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് വിഷ്ണു. എള്ളിനകത്ത് എണ്ണ നിറഞ്ഞിരിക്കുന്നു. എള്ള് കഷ്ണം കഷ്ണാക്കിയ ഒരു കഷ്ണത്തിൽ എണ്ണയുണ്ടാവും. ഇതുപോലെ അതിന് തുല്യമാണ്. മാത്രമല്ല, സുകൃതമുണ്ടാക്കാൻ എള്ളുകൊണ്ട് ഹോമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും മോക്ഷത്തിന് നല്ലത് എള്ള് ഹോമിക്കുന്നതാണ് എന്നൊരു നിയമമുണ്ട്. എള്ളിന് പ്രാധാന്യമുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ വികാസമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ മരണാന്തര മോക്ഷമല്ല, വികാസമാണ്. അപ്പോൾ ബോധനത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് എള്ള് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് എള്ളിന് പ്രാധാന്യമുണ്ട്. വിഷ്ണു പ്രപഞ്ചം നമ്മൾ നിറഞ്ഞിരിക്കുന്നു. എള്ളിൽ എണ്ണ നിറഞ്ഞിരിക്കുന്നു. സിന്തൽ. പിന്നെന്താ? പവിത്രം ഏത് കൈയിലാണ് ധരിക്കേണ്ടത്? വലത് കൈയിന്റെ മോതിരം എവിടെയാണ് ധരിക്കേണ്ടത്? സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വലത് കൊണ്ട് ക്രിയ ചെയ്യുന്നു. ആ കൈ പവിത്രമാക്കാൻ വേണ്ടി പവിത്രം ധരിക്കുന്നു. അത് ഒരു വൈദികമായ സ്മാർട്ട് സംബന്ധ ക്രിയകളാണ്. താന്ത്രികമായ ക്രിയകളിലൊന്നും പവിത്ര പ്രാധാന്യമില്ല ശരിക്കും. പക്ഷെ ഇടക്കാലത്ത് വന്ന എല്ലാം മിശ്രിതമായതുകൊണ്ടാണ് അതിന് പ്രാധാന്യം വന്നത്. എനിക്കൊന്ന് ആ ചോദ്യം ഇതായിരിക്കും. എനിക്ക് നോക്കാൻ വിശ്വട്ട, എനിക്ക് ഇവിടെ വന്നിട്ടില്ല. വിശ്വട്ടിനോട് ചിലപ്പോ അത് ചോദ്യം ഗയയിൽ കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണോന്നുള്ളതാണ്. ഗയയിലാണെങ്കിലും തിരുനെല്ലി ചെയ്യുന്ന സങ്കല്പം അങ്ങനെയല്ല.
അതുപോലെ നമ്മൾ എല്ലാ വർഷവും ഇത് ആവർത്തിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മളുള്ള പിതൃക്കൾ നശിക്കുന്നില്ല. അവിടെ പോയി ചെയ്ത പുണ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ പുണ്യമാണ്, അത്രയേ ഉള്ളൂ. ശരി, ഓരോരുത്തരെ ചോദിക്കാം. അനൂപ് ഒറ്റക്കണ്ടത്തിൽ അൺമ്യൂട്ട് ചെയ്യൂ, ചോദിക്കും. ഒരു സെക്കൻഡ് ആ. അൺമ്യൂട്ട് ചെയ്തോളൂ. നമസ്തേ വിശ്വട്ടാ, അനൂപാണ്. വിശ്വട്ടാ, ഞാന് പുറത്താണല്ലോ, ബഹ്റിനാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെയ്യുമ്പോ ചാണകം കിട്ടില്ല. ഒന്ന് വെള്ളം തളിച്ചാൽ മതി. ആ, രണ്ടാമത്തത് വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് ഒഴുക്കുന്നത് ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾ അവിടെ കാക്കയോ പ്രാവോ എന്തെങ്കിലും വരും? അവിടെ പ്രാവ് വരും? അവിടെ പ്രാവ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും പ്രാവില്ല. വേണ്ട. നമ്മളെ ബീച്ചുണ്ട്, ബീച്ചിൽ കൊണ്ട് കളയണം. പക്ഷെ അത് ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ടോ? പറ്റുമെങ്കിൽ ഉടനെ ചെയ്യുന്നത് നല്ലത്. സൂക്ഷിച്ച് ഉടനെ ചെയ്യുന്നത് നല്ലത് കേട്ടോ. പറ്റുമെങ്കിൽ ഉടനെ ചെയ്യും, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ശരി, അതേ ഉള്ളൂ. ശരി, നമസ്തേ. ഗോപാലകൃഷ്ണൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുരുജി നമസ്കാരം. ഗോപാലകൃഷ്ണൻ തൊടുപുഴയിൽ നിന്നാണ്. 2-3 കാര്യങ്ങള് ഡൗട്ടുണ്ട്. ഒന്ന്, നമ്മള് തീർത്ഥം ആവാഹിക്കുന്ന സമയത്ത് നമ്മുടെ പവിത്രം ഇട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. അതെ. വിരല് അതിലേക്ക് മുട്ടിക്കുന്നുണ്ടോ, അതോ കിണ്ടിയുടെ മേളിൽ നമ്മൾ അല്ല, വിരൽ അതുകൊണ്ട് മുട്ടിക്കുന്ന നല്ലതാണ് കേട്ടോ. വിരൽ തൊട്ടുകൊണ്ട് എന്ന് നോട്ടിലുണ്ട്. ഓക്കെ. അപ്പൊ ഈ കിണ്ടി സാധാരണ ഞങ്ങൾ ഇവിടെ ചെയ്യാന്ന് വെച്ചാല്, ഈ ആവാഹിക്കുന്ന സമയത്ത് കിണ്ടി തറയിൽ വെക്കാണ്ട് നമ്മുടെ ഹൃദയത്തോടെ ഇച്ചിരി ഉയർത്തിപ്പിടിച്ച് ചെയ്യാറുണ്ട്. പാരമ്പര്യ രീതിയിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. പിന്നെ വേറൊരു സംശയം ഉള്ളത് വെച്ചാല്, നമ്മൾ ഈ 21 ദർഭ വിരിച്ചതിന് ശേഷം പിണ്ടം വച്ചതിന് ശേഷമല്ലേ നമ്മൾ ഈ പറയുന്ന ജലവും പുഷ്പവും കാര്യങ്ങളും കൊടുക്കുന്നത്? ഓക്കെ. ആ കൂട്ടത്തില് ഞങ്ങളുടെ നാട്ടില് നമ്മുടെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് വസ്ത്രം ദാനം ചെയ്യാന്നൊരു സങ്കല്പത്തിൽ ഒരു നൂലെടുത്ത് അതിന്റെ മേളിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് സാധാരണ പിന്നെ ഏകോദശ ശാസ്ത്രത്തിന് കൃത്യമായി ചെയ്യാറ്. കാരണം ഇവിടെ എന്താ പ്രശ്നം അറിയോ? ക്രിയകളൊന്നും ചെറുതാക്കിയതാണ്. കാരണം ഈ ക്രിയ അത്രയേ ഉള്ളൂ ശരി കാണുന്നുള്ളൂ. കാരണം വളരെ ലളിതമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര വിശദമായിട്ടില്ല. കാരണം അതിന് വേറെയും ക്രിയകളുണ്ട്. ആ സമയത്ത് മറ്റേതില്ലേ, എന്താ പറയാ, അഞ്ജന അരച്ചിട്ട് അതിന്റെ ഇതൊക്കെ തേക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് ഇത് മതി, ഈ കാര്യത്തിൽ ഇത് മതി കേട്ടോ. ലേഖ അൺമ്യൂട്ട് ചെയ്യണം. ഞാനേ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇന്നലെ പറഞ്ഞൊരു കാര്യത്തിലാണ്. അത് നാളെ പറയാം, അത് അടുത്ത ആഴ്ച പറയാം. രുദ്രാക്ഷം അടുത്ത ആഴ്ച വരെ ജപിക്കണ്ടേ? അപ്പൊ രുദ്രാക്ഷം കൊണ്ട് ഗായത്രി ജപിക്കാൻ പറ്റുമെന്നായിരുന്നു. വേണ്ട. അത് ഞാൻ ഉപദേശം ജപിക്കുന്നത് ചോദിച്ചോളൂ, പക്ഷെ ഇപ്പം വേണ്ട കേട്ടോ. അല്ല, ഞാൻ അവിടെ ഹരിദ്വാറിന്ന് ജപിക്കണത് രുദ്രാക്ഷം ഉപയോഗിക്കും. അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്, രുദ്രാക്ഷം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾ ചോദിക്കും. കാരണം ഇവിടെ ബാക്കി എല്ലാവരും ക്ലാസ് ഇല്ലാത്തവരാ കേട്ടോ. കൺഫ്യൂഷൻ കേട്ടോ. ശരി, പിന്നെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ചോദ്യങ്ങളുണ്ട്. ചെറുള സമൂലം വെട്ടിയെടുക്കാമോ? വെട്ടിയെടുക്കാം. ചെറു പുഷ്പമാണ് വേണ്ടത്. അപ്പം പുഷ്പ ഇലയും കൂടി ചേർത്താ എടുക്കാറ്. പുഷ്പ ഇലയും കൂടി ചേർത്താ വെക്കാറ്. കുറവുണ്ടേ സമൂലം വെട്ടിയെടുത്തോളൂ. പക്ഷെ അതിന് ആവശ്യമില്ല. ചെറുള ബലി പുഷ്പം എന്നാണ് പറയുന്നത്. അപ്പൊ ഇലയും അതിന് ചില സമയത്ത് പുഷ്പം കിട്ടും, എപ്പോഴും പുഷ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് മതി ശരിക്കാം കേട്ടോ. ഇവിടെ വൈദ്യശാലയിൽ നമുക്ക് തറച്ചിട്ടാണ് കിട്ടുക. അപ്പൊ അതിനകത്ത് ഇതിനൊക്കെ ഉണ്ട്. ശരി. ആത്മപ്രദക്ഷിണം വലത്ത് നിന്ന് ഇടത്തോട്ടാണോ, ഇടത്ത് നിന്ന് വലത്തോട്ടാണോ? അല്ല, പ്രദക്ഷിണം എപ്പോഴും വലത്തോട്ടാണ് ചെയ്യേണ്ടത്. തന്റെ ആത്മാവിന്റെ വികാസത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പ്രദക്ഷിണം എന്ന് പറയുന്നത് മുകളിലേക്ക് കയറാം, അമ്പലത്തിൽ ചെയ്യുന്ന ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് ചെയ്യാമോ? അപ്രദക്ഷിണം താഴോട്ടാണ് വരുന്നത്. ശിവക്ഷേത്രത്തിൽ അപ്രദക്ഷിണം എന്ന് പറയുന്നത് ഈശ്വരൻ ഇങ്ങോട്ട് വരുന്നതാണ്. പ്രദക്ഷിണം തന്നിൽ നിന്ന് ഈശ്വരനുടെ യാത്രയാണ് പ്രദക്ഷിണം. അതുകൊണ്ട് അതെപ്പോഴും വലത്തോട്ട് തന്നെ ചെയ്യണം. ഇടത്തോട്ട് ചെയ്യുമ്പോൾ ശിവക്ഷേത്രത്തിൽ അപ്രദക്ഷിണം ചെയ്യുമല്ലോ, അത് ഈശ്വരൻ അതുവരെ പോയിട്ട് തിരിച്ചു വരില്ല. അതുകൊണ്ട് വലത്തോട്ട് ചെയ്യണം, പ്രദക്ഷിണം ചെയ്യണം. വികാസത്തിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ചെയ്യാമോ? ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അവർക്കൊണ്ട് ചെയ്യിച്ച് പഠിപ്പിക്കുന്ന സംസ്കാരം കൊടുക്കുക തന്നെ വേണം, നിർബന്ധമാണ്. എല്ലാവർക്കും ചെയ്യാം.
ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യാം? ഏതെല്ലാം ദിവസമാണ്? എല്ലാ കറുത്ത വാവിനും ചെയ്യാം. കറുത്ത പക്ഷത്തിലെ അഷ്ടമി നല്ലതാണ് ചെയ്യാൻ. വെളുത്ത വാവ് കഴിഞ്ഞ അഷ്ടമി ചെയ്യുന്നത് നല്ലതാണ്. കറുത്ത വാവിന് ചെയ്യാം. ചില ദുരിതമുള്ളവർക്ക് നിത്യേന ചെയ്യുന്നുണ്ട്. വളരെ ഇത്രയും ചെയ്യാവുന്ന കാര്യമില്ല. വെറുതെ സാധാരണ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ അനുഭവം എള്ള് ചേർത്ത് ഹവിസുണ്ടാക്കി. ഇല്ല ആ വീട്ടിലുള്ള ചോറെടുത്ത് കാക്കി കൊടുത്താൽ നല്ലതാണ്. അതും ഒരു പിതൃശ്രാദ്ധമാണ്. വളരെ ദുരിതമുള്ളവർ അങ്ങനെ പറയുന്നത്. കറുത്ത വാവിനും ബലിയിട്ട് ഇതേപോലെ വിശദമായിട്ടുള്ള പേര് ഇതേ സങ്കല്പത്തിൽ ചെയ്താൽ മതി. ഇതേ ക്രിയ ചെയ്താൽ മതി. ഫലമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം അനുഭവമുണ്ട്. അത് വെറുതെ സിദ്ധാന്തം അനുഭവമുണ്ട്. സജേഷ് പൊതുവാണ്. നമസ്തേ. സ്ഥലം എവിടെയാ? ഞാൻ പയ്യന്നൂർ, ഇപ്പൊ കാസർഗോഡാണ്. പയ്യന്നൂരാണ് നാട്. ഇപ്പൊ കാസർഗോഡ്. എവിടെയാണ്? പയ്യന്നൂരാണ്, ഇപ്പൊ കാസർഗോഡ് കുമ്പള. എന്ത് ചെയ്യുന്നു? ജോലി എന്താ? ഞാൻ ജ്യോത്സ്യറാണ്. ഞാൻ വിശേഷനായിട്ട് ഒരിക്കൽ സംസാരിച്ചിരുന്നു. നമ്മളെ ഇല്ലത്തെ ഓരോ വ്യത്യാസം. ഞാൻ പിന്നീട് സംസാരിക്കും. ഇപ്പൊ എൻ്റെ ഒരു സംശയം, ഈ ബലിശേഷം നമ്മൾ കഴിക്കണോ എന്നുള്ളതാണ്. ഇത് പാർവശ്രാദ്ധത്തിന് ബലിശേഷം കഴിക്കാം. പക്ഷെ അതിന്റെ ഏകോദശ കൃത്യമായിട്ട് അങ്ങനെ ക്രിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ട് സമർപ്പിക്കണമെന്നല്ല. പിന്നൊരു സംശയം എന്ന് വെച്ചാല്, ഈ ബലിയിട്ടിട്ട് ഈ പശുക്കൾക്ക് കൊടുക്കുന്ന ക്രമമുണ്ടോ? അല്ല, അത് കാക്കി കൊടുക്കാൻ പശുവിന് കൊടുത്താൽ മതി. പശുവിന് കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലെ? തെറ്റൊന്നുമില്ല. പ്രപഞ്ചത്തിലേക്ക് ലയിക്കണം. പശു വളരെ ഏറ്റവും പുണ്യമായ മൃഗങ്ങളാണ്. പശുവിന് കൊടുക്കാം കേട്ടോ. മറ്റൊരു സംശയം എന്ന് വെച്ചാല്, ചില കൂട്ടർ ഈ ബലിയിടുന്നതിന് പകരം ചോറും കറിയെല്ലാം ആക്കിയിട്ട് പിതൃക്കൾക്ക് വിളമ്പുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അല്ല, അത് നേർച്ച കൊടുക്കുന്ന, ഇപ്പൊ ഈ മലബാർ ഈ ഭാഗം നേർച്ച കൊടുക്കുന്ന, അത് വൈകിട്ടാണ് ചെയ്യാറ്. അല്ലെ? അത് പോരാ. അത് ശാസ്ത്രീയമായിട്ട് തെറ്റുണ്ട് അതിനകത്ത്. എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും അത് പറയാൻ കാരണം വേറൊരു ക്രിയയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പണ്ട് കാലത്ത് ഈ സ്മാർത്തന്മാരൊഴികെ എല്ലാവരും ചെയ്തിരുന്നത് തർപ്പണമാണ് ചെയ്തത്. തർപ്പണം എന്ന് പറഞ്ഞാൽ ശാക്തേയ പൂജ തർപ്പണമുണ്ട്. ആ തർപ്പണമാണ്. അതിനകത്ത് ശാക്തേയ പൂജകൾക്ക് ഒരു പിതൃപാത്രമുണ്ട്. ആ പിതൃപാത്രത്തിൽ തർപ്പണം ചെയ്യും. ഇതാണ് ശ്രാദ്ധത്തിന് പകരം ചെയ്തിരുന്നത്. അത് ചെയ്താൽ അത് മതി. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇപ്പം നഷ്ടപ്പെട്ടു പോയി. അതിന് പകരം ഇത് മാത്രം ബാക്കി. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഭാഗത്തെ ക്രിയ എനിക്കറിയാം. അവിടെ എന്ത് നടക്കുന്നത് എനിക്കറിയില്ല. എവിടെ നടക്കുന്ന ക്രിയ, എല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു മുറിയിൽ അടച്ചു വെച്ച് ആ വാതിൽ അടയ്ക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും അത് സ്വീകരിക്കട്ടെ. സ്വീകരിക്കാൻ അവർക്ക് പറ്റുമോ? അവിടെ സങ്കല്പിക്കുന്ന അറിയാം, മരിച്ചു പോയാൽ വേണ്ടിയിട്ടാണ്. അവർ സ്വീകരിക്കാനും പറ്റില്ല. കുറെ ജ്യോതിഷനാണല്ലോ. ഇത് നിങ്ങൾ മറ്റേ സാധാരണ പിതൃവിഷയത്തില് ആവാഹിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ വീണ്ടും ഇതേ ക്രിയ കുറച്ച് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ ഈ ദോഷം കാണും. ഈ ദോഷം അനുഭവം കൊണ്ട് പറയാം. അതുകൊണ്ട് വീണ്ടും ആ പിതൃദോഷം കാണുകയാണ് ചെയ്യാൻ. അതുകൊണ്ട് ബലിയിട്ടാൽ മതി. ബലി നിർബന്ധം. ബലിയാണ് ചില സമുദായക്കാർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ചെയ്യണ്ടെന്ന് പറയണ്ട. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് സത്യം, ഇത് ചെയ്താൽ പോരാ, മുഴുവൻ ശക്തിയെ പൂജ മുഴുവൻ ചെയ്യണം എന്ന് പറയണം കേട്ടല്ലോ. അപ്പൊ ശരിയാണ്. അത് അവരെന്ത് ചെയ്യണം? ഇവരാർക്കൊണ്ട് ചെയ്യിച്ചിട്ട് കാര്യമില്ല. കാരണം തന്റെ പിതാവിനെ താൻ ചെയ്യണ്ടേ. ശരി. നെഹ എസ് കുമാർ വീണ്ടും ചോദിക്കാനുണ്ട്. ഇത് വേറെ ആളാണ് ഈശ്വര. ലേഖജി അൺമ്യൂട്ട് ചെയ്തോളൂ. ലേഖ എസ് കുമാർ. ദീപക് ജി അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാനേ ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പം ഇവിടെ കാക്ക അങ്ങനെ അധികം കാണാം. പ്രപഞ്ചത്തിൽ ഗ്രഹിപ്പിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാനത് എഴുതി വിട്ടുണ്ടായിരുന്നു. ചെറുളക്ക് പകരം തുളസി മതി. ചെറുള കിട്ടാനില്ലേ ഇവിടെ? തുളസി മതി. ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ വിദേശത്തൊന്നും ഒന്നും കിട്ടില്ല. കിട്ടുന്ന പുഷ്പം. ഓക്കെ, അത്രേ ഉള്ളൂ. അതുമില്ലെങ്കിൽ നമ്മൾ അക്ഷരം അരിയിൽ മഞ്ഞൾ ചേർത്ത് ചെയ്താലും മതി കേട്ടോ. ഇവിടെ സങ്കല്പത്തിലാണ് പറഞ്ഞത്. ദൃഢമായ സങ്കല്പം വേണം. ശരി. ഗോപാലകൃഷ്ണൻ ഗുരുജി, ഒരു സംശയമുണ്ട്. നമുക്ക് വാവിന് പ്രത്യേകിച്ച് സമയം
ഉണ്ടോ? നമുക്ക് ബലി ഇടുന്ന സമയങ്ങൾ രാവിലെയാണോ ഉദയത്തിന് ഇത് മുന്നേ ആണോ രാവിലെ ഉദയത്തിന് ഈ വാവുകൾക്കൊരു പ്രത്യേകത, ഈ തീർത്ഥസ്ഥാനങ്ങളിൽ പോയി വാവുള്ള സമയത്ത് മുഴുവൻ ചെയ്യാം. വീട്ടിലാണെങ്കിൽ അന്നേരം ഇപ്പൊ ഈ പ്രാവശ്യം രാവിലെയാണ് നല്ലത്. 45 നാഴികയുണ്ട്, 46 നാഴികയുണ്ട് വാവ്. അപ്പൊ രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. പിതൃശ്രാദ്ധം രാവിലെ ചെയ്യാം. ഉദയത്തിന് ശേഷം ഉദയത്തിന് ശേഷം ഏത് ക്രിയ ഉദയത്തിന് ശേഷം ചെയ്യാൻ പാടില്ല. ഉദയത്തിന് മുമ്പ് ചെയ്യാൻ ശരിയല്ല. ബാഹ്യമായ ക്രിയകളൊന്നും ഉദയത്തിന് ചെയ്യാൻ. അത് കാക്ക നിലത്തിറങ്ങിയ ശേഷം എന്നാ പറയുക സാധാരണ. അതിന് അർത്ഥം വിധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദീപക്. നമസ്തേ ഗുരുജി, ഞാൻ ദീപക് പൂനെയിൽ നിന്നാണ്. പിന്നെ എല്ലാവരും നമ്മൾ പല പ്രാവശ്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സംശയമാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ ചെയ്യണോ. ഇപ്പൊ തന്നെ ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും പലരും ചോദിക്കുന്നവരാണ്. അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ കാര്യം അച്ഛനും അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ അച്ഛൻ തന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന അച്ഛൻ വേറെ ഉണ്ടല്ലോ. ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ തന്റെ ഉള്ളിൽ അച്ഛൻ വേറെ തന്നെയാ സത്യത്തില്. കേട്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് മാത്രം. അതിന് മുമ്പ് പരമ്പര ഉണ്ടല്ലോ. ഉണ്ട്, അത് ചെയ്യാം, എല്ലാവരും ചെയ്യണം, ആവശ്യമാണ്. നമസ്തേ. ശരി. വിശ്വട്ട കുറച്ച് ചോദ്യമുണ്ട്. പീഠത്തിന് പകരം വില്ല് വരച്ചാൽ പോരെ? എന്ത് പീഠത്തിന് പകരം വില്ല് വരച്ചാൽ പോരെ എന്ന്? വില്ലോ? എനിക്ക് മനസ്സിലായില്ല. അറിയാത്ത കാര്യം. സമുദ്രത്തിൽ ചെയ്യുമ്പോൾ തലവഴി പുറകോട്ടാണോ ഇടേണ്ടത്, അതോ സാധാരണ ഒഴുക്കിയാൽ മതിയോ? സത്യത്തിൽ ഒഴുക്കിയാൽ മതി. കാരണം പലപ്പോഴും അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ എന്താ പ്രശ്നം അറിയാം, ഭയം ഉണ്ടാവും. അപ്പൊ പിതൃക്കൾ എന്തോ ദോഷമുള്ള കാര്യം, മരിച്ചു പോയവർ പ്രേതമാണെന്ന് അവർ സങ്കല്പം. ഇത് പിതൃക്കളാണ്. തൻ്റെ ഉള്ളിൽ നിന്ന് താൻ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്, താൻ തന്നെയാണ് പ്രപഞ്ചത്തിൽ ലയിക്കേണ്ടത്. അതുകൊണ്ട് പുറകോട്ടല്ല ഇടേണ്ടത്. പക്ഷെ പാരമ്പര്യ ആചാരങ്ങളുണ്ട്, ഇതൊന്നും ഒറ്റയ്ക്കൊന്നും തീർക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം. തൻ്റെ പുരോഗതിക്ക് വേണ്ടി താൻ പുരോഗതിച്ച മുൻപോട്ട് പോകലാണല്ലോ. അപ്പൊ തിരിഞ്ഞ പുറകോട്ടല്ലേ പോവാ. അതുകൊണ്ട് മുൻപോട്ടിടുന്നതാണ് നല്ലത്. ഇത് പ്രേതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ വികാസത്തിന് വേണ്ടി അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെ മുറ്റവും മറ്റു സൗകര്യവും ഇല്ലാത്തവർ എന്ത് ചെയ്യും? വീട്ടിനകത്താ ചെയ്യേണ്ടത്. പണ്ട് കാലത്ത് വീട്ടിനകത്താ ചെയ്യാറ്. പണ്ട് വലിയ വലിയ ഇല്ലങ്ങളിൽ പോലും വടക്കിനിയിലാണ് പിതൃശ്രാദ്ധം കൂട്ടാറ്. ഇവിടെ വീട്ടിനകത്ത് ചെയ്യേണ്ട ക്രിയയാണത് ശരി. പിന്നെ തീർത്ഥസ്ഥാനങ്ങളിൽ പോയി പുറത്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മുറ്റത്തല്ല ചെയ്യേണ്ടത്, കൊണ്ട് കളയേണ്ടതാണ് മുറ്റത്ത്. ഇല്ല, നോട്ടിലും അങ്ങനെ പറഞ്ഞില്ല, മുറ്റത്താണെന്ന് പറഞ്ഞില്ല. കൊണ്ടുപോയിട്ട് സമർപ്പിക്കേണ്ടത് തെക്ക് ഭാഗം മുറ്റുണ്ട്, തെക്ക് ഭാഗത്തെ മുറ്റത്താണ്. അല്ലെങ്കിൽ സൗകര്യസ്ഥത ചെയ്യണം. പ്രപഞ്ചത്തിൽ ഇരിക്കണം, സമർപ്പിക്കേണ്ടതാണ് പുറത്ത്, ചെയ്യേണ്ട അകത്ത്. വിശ്വട വെള്ളത്തിൽ ഒഴുക്കണം എന്നത് നിർബന്ധമുണ്ടോ? ഇല്ല, കാട്ടിൽ കൊടുത്താൽ മതി, പ്രാവിന് കൊടുത്താൽ മതി, പശുവിന് കൊടുത്താൽ മതി. അത് പ്രപഞ്ചത്തിൽ ചൈതന്യത്തിലേക്ക് ലയിക്കണം, വികസിക്കണം. ഞാൻ എന്ന ബോധം വികസിക്കണം. പിന്നെ വീടിനകത്ത് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ വിശ്വട്ടം പറഞ്ഞു. വീടിനകത്ത് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീടിനകത്ത് ചെയ്യാം, വീടിനകത്ത് ചെയ്യേണ്ടതും. ഇത് അന്യമായ ക്രിയയല്ല, തനിക്ക് വേണ്ടി തന്നെയുള്ള ക്രിയയാണ്. പൂജ പോലെ തന്നെയാണ് ഇത് ശരിക്കും പൂജ പോലെ തന്നെയാണ്. പൂജ വ്യത്യാസം, ഈ ക്രിയക്ക് ഒരു വ്യത്യാസവും ഇല്ല. പുഷ്പത്തിന് പകരം എള്ളുപയോഗിക്കുന്നു, പുഷ്പത്തിന് പകരം ചുവളുപയോഗിക്കുന്നു, അക്ഷരത്തിന് പകരം എള്ളുപയോഗിക്കുന്നു. ഇതേ വ്യത്യാസം. പിന്നെ അവസാനം അനാഥ പിതൃക്കൾക്ക് പിണ്ഡം സമർപ്പിക്കാമോ? ചെയ്യാം, സമർപ്പിക്കാം. സങ്കല്പിക്കാൻ പ്രശ്നമില്ല. സ്ത്രീകള് മെൻസസ് ആവുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ചെയ്യാമോ? ശരിയല്ലല്ലോ, തന്റെ ശരീരം അശുദ്ധമായിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. ഇത് ശരിയല്ല, ഒരു ഈശ്വരീയമായ കാര്യമാണ്. ആ സമയത്ത് അവരെ കഴിഞ്ഞ് അടുത്ത കർത്തവാവിന് ചെയ്താൽ, അങ്ങനെ ചെയ്യാൻ അടുത്ത കർത്തവാവിന് ചെയ്താൽ മതി. സുമംഗലിയായ സ്ത്രീകൾ മാത്രം എന്താണ് കിഴക്കോട്ട് ഇരിക്കുന്നത്? നമ്മുടെ ഹിന്ദു പാരമ്പര്യം അതാണ്. സുമംഗലിയായ സ്ത്രീകൾക്ക് ബഹുമാനമുണ്ട്, അവർ ബഹുമാനിക്കുന്നു. ആ സ്ത്രീ ഈശ്വരൻ തന്നെയാണ്, ഈശ്വര തുല്യമാണ്. അതുകൊണ്ട് അവരുടെ ബഹുമാനമുള്ളതുകൊണ്ട് അമ്മയാണ്, അവർ കിഴക്കോട്ട് ഇരുന്നാൽ മതി എന്ന് പറയുന്നു. ഒറ്റ കാര്യം, സ്ത്രീയോട് ബഹുമാനമുള്ളതുകൊണ്ടാണ്, വേറെ കാര്യം അവരുടെ മോശമായതുകൊണ്ടല്ല. വിശ്വട്ട ആണ്ടുബലിയും വാവുബലിയും ഒരേ ദിവസമാണെങ്കിലോ?
ആണ്ടുപിരിക്കാണ് പ്രാധാന്യം, ഏകോദശനാണ് പ്രാധാന്യം. അപ്പൊ ഇതുകൂടി സങ്കല്പിച്ച് ചെയ്യാം. ആ സമയത്ത് പിതൃപരമ സങ്കല്പം, പക്ഷെ ഏകോദശനാഥത്തിന് പ്രാധാന്യമുണ്ട്. വാവ് ദിവസം അകത്ത് വെക്കുന്നത് തെറ്റുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, പൊതുവായി ചോദ്യം അതായിരുന്നു. മനസ്സിലായത്, അകത്ത് വെച്ച് കൊടുക്കുന്നത് ശാസ്ത്രീയമല്ല, പക്ഷെ ഒറ്റയ്ക്ക് തെറ്റാണെന്ന് പറയാനും പറ്റില്ല. കാരണം ഒരു പാരമ്പര്യ, ഒരു ആചാര വിശ്വാസമാണ്. ചെയ്യേണ്ടതിന് പൂർണ്ണമായ ക്രിയ ശാക്തേയ പൂജയാണ്. അത് ആ കുടുംബം തന്നെ ചെയ്യണം, വേറെ ആരും വിളിച്ച് ചെയ്താലും പോരാ. ആ ഒരു അത് നഷ്ടപ്പെട്ടതിന് അതിന്റെ ബാക്കി അംശമാണ് നേർച്ച കൊടുക്കുന്ന സമ്പ്രദായം. ബലിയിടാൻ വ്രതം വേണോ? എങ്ങനെയാണ് വേണ്ടത്? നിർബന്ധമാണ്. തലേദിവസം ഒരിക്കലും നിർബന്ധമാണ്. പറയാൻ വിട്ടത്, തലേദിവസം ഒരിക്കലും നിർബന്ധമാണ്. രാത്രി ലഘുവായ ആഹാരം കഴിക്കാം. വീടിന്റെ സ്ലാബിന്റെ മുകളിൽ ചെയ്താൽ പോരെ? എവിടെ ചെയ്താൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യൂ, ഒരു പ്രശ്നമില്ല, എവിടെ വേണം ചെയ്യും. പീഠം വെക്കണോ അതോ ദർഭ വിരിച്ചാൽ മതിയോ? പീഠം വെക്കരുത്, ദർഭയാണ് അവിടുത്തെ പീഠം. ആവാഹിക്കുന്ന സങ്കല്പത്തിലാണ്, സങ്കല്പ പീഠമാണ് അവിടെ. ആ പീഠം സങ്കല്പം, ഇരിക്കാനുള്ള ഇരിപ്പിടത്തോടെ പീഠം എന്ന് പറയുന്നു. അപ്പോൾ സങ്കല്പമായ പീഠം. പിന്നെ ബലി കഴിഞ്ഞ് സദ്യ ഉണ്ടാക്കി ഇലയിൽ വിളമ്പി കാക്കയ്ക്ക് കൊടുക്കുന്നത് രീതി ശരിയാണോ? എനിക്കറിയില്ല അതിനെ പറ്റി, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ കൊടുക്കുന്നില്ല. മനസ്സിലായി, പ്രപഞ്ചത്തെ എല്ലാം കാക്കയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, അത് നല്ലത് തന്നെയാണ്, അത് നല്ല ഇതാണല്ലോ. ചെയ്യണം എന്ന് ഞാൻ കേട്ടിട്ടില്ല, അറിയില്ലേ. ആരാണ്? ഞാൻ ശ്രീകണ്ഠനാണ്. എനിക്ക് സംശയം നമ്മളിപ്പോ അമ്പലത്തില് ഈ നമ്മുടെ പരശുരാമ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് ചെയ്യുമ്പോഴ് കുടുംബമായിട്ട് ഭാര്യ ഭർത്താവ് എല്ലാവരും കൂടെ ചെന്ന് ചെയ്യുമ്പോ അവിടെ പിന്നെ ഭാര്യ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കില്ല, എല്ലാരും ഒരേ ദിക്കിലല്ലേ എല്ലാരും ഇരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കിഴക്കോട്ടല്ലേ തിരിഞ്ഞിരിക്കുന്നത്, അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിന് ദോഷമുണ്ടോ? അങ്ങനെ ദോഷമില്ല. കാരണം അത് അവിടെ സൗകര്യമുള്ളൂ. ഇപ്പൊ ഉദാഹരണം സമുദ്രത്തിൽ പോയാൽ നമുക്ക് അങ്ങനെ പ്രത്യേക സൗകര്യമൊന്നും കിട്ടില്ല, ഉള്ള സൗകര്യം ചെയ്യും കേട്ടല്ലോ. വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും, അതാണ് ആചാരം അതാണ്, അങ്ങനെ ചെയ്യാം, അത്രയേ ഉള്ളൂ. മറ്റേ നമ്മൾ അങ്ങനെ സൗകര്യം നോക്കും. പൊതുവായ സ്ഥലത്താകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താണോ തെറ്റിക്കാൻ അവരോട് സിദ്ധാന്തം പറയാൻ പോണ്ട, അത് ചെയ്യാം, അനുഷ്ഠിക്കാം. നമസ്കാരം വിശ്വട്ടൻ. ആരാണ്? നമ്മള് വീട്ടിൽ നിന്ന് ഒരിടത്തിരുന്ന് ചെയ്യുമ്പോൾ ഒരാള് തെക്കോട്ടും ഒരാള് കിഴക്കോട്ടും തിരിഞ്ഞിരിക്കണം. അതെ അതെ അതെ, അത് വേണം. വീട്ടിലേക്ക് അനുഷ്ഠിക്കണം. സുമംഗലികാസ്ത്രീ കിഴക്കോട്ടിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെ തന്നെ ചെയ്യാറ് സാറ്, പാരമ്പര്യം അങ്ങനെ ചെയ്യാറ്. ശരി ചേട്ടാ, താങ്ക് യു. പിന്നെ നമസ്കാരം. ആരാണ്? ഡോക്ടർ വിശ്വനാഥനാണ്. നമസ്കാരം. ഇതിപ്പോ നമ്മള് ശ്രാദ്ധ ഊട്ടിയിട്ട് കുറച്ചു നേരം കാക്കയ്ക്ക് വെച്ചു കൊടുത്തിട്ട് തെക്കേ മുറ്റത്ത് കാക്കയൊന്നും വന്നില്ല വിചാരിക്കുക, അപ്പൊ പുഴയുടെ അടുത്ത്, അപ്പൊ പുഴയിൽ കൊണ്ടുപോയിട്ട് അല്ലേ മുമ്പോട്ടിടാലോ അല്ലെ, പുറകിൽ കിടന്നു. പ്രപഞ്ചത്തിൽ ലയിക്കണം എന്ന് മാത്രം സങ്കല്പമുള്ളൂ. ആ ദർഭയുടെ കെട്ടഴിച്ചു പ്രപഞ്ചത്തിൽ ലയിക്കണം എന്നാണല്ലോ സങ്കല്പം. പ്രപഞ്ചം പൊതുവെ ലയിക്കണം. വേറെ ഒരു സംശയം കൂടി ഉണ്ട്, ചോദിച്ചോട്ടെ? അത് ശ്രാദ്ധത്തിനെ പറ്റിയല്ല, ഈ ദഹിപ്പിക്കൽ കഴിഞ്ഞിട്ട് ക്രിയ 15-ാമത്തെ ദിവസം ക്രിയയൊക്കെ കഴിഞ്ഞപ്പോ ഈ 3 സ്ഥലത്തു നിന്നും കുറച്ച് അസ്ഥി എടുത്തു. അപ്പൊ കുറച്ച് അസ്ഥി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്, അതെന്ത് ചെയ്യും ഇനി? ഒന്ന്, അസ്ഥി ബാക്കി വെക്കാൻ പാടില്ല, സഞ്ചയന സമയത്ത് മുഴുവൻ സമർപ്പിക്കേണ്ടതാണ്. മുഴുവൻ അതെ, ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. കാരണം അതിനകത്ത് ആ ചൈതന്യത്തിന് അംശം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ക്രിയ പൂർത്തിയാവില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം അത് പുണ്യസ്ഥാനത്ത് കൊണ്ട് സമർപ്പിക്കാം കേട്ടല്ലോ, എവിടെയെങ്കിലും കൊണ്ട് സമർപ്പിക്കാം. നമുക്ക് തന്നെ എടുക്കാം. അതെ, അതെടുത്ത് കളയും, കാരണം വെറുതെ ഇരുന്ന് വെക്കാൻ കാര്യമില്ല. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സഞ്ചയനം എന്ന് പറയുന്നത് പൂർണ്ണമായ അസ്ഥി ശേഖരിച്ച് സമർപ്പിക്കലാണ്. അവര് 3 സ്ഥലത്തുനിന്നും കുറേശ്ശെ എടുക്കാനേ പറഞ്ഞു തന്നു, ബാക്കി അവിടെ കടന്നോട്ട്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ല. ഇല്ല, പിന്നെ എടുക്കാം നോക്കാം. ശരി, അപ്പൊ ഒരു കാര്യം, അത് നിങ്ങൾ കിടക്കാൻ സൂക്ഷിച്ച് വെക്കണ്ട കേട്ടല്ലോ. അത് പിന്നേക്ക് ഒരു ഏതെങ്കിലും ചില ദോഷം കാണുമ്പോൾ ജ്യോത്സ്യം പറയും എന്തോ ഒരു ക്രിയ പൂർത്തിയായില്ല എന്ന് പറയും. അപ്പൊ അസ്ഥി നമുക്ക് പറക്കാമല്ലോ അല്ലേ? ഒരു കൊടുത്തോളൂ, എടുത്തുകൊണ്ട് കാണല്ലോ. നിങ്ങൾ തന്നെ ചെയ്യാം, നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെയാണ് അത് ചെയ്യാം. സമർപ്പിച്ചേക്കേ. ഭാരതപ്പുഴയെ കൊണ്ട്. ഓ, നമസ്കാരം.
എന്താ ചെയ്യും? ആ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ ഒരു സംശയമാണ്. ആ നമ്മള് ഈ ചാണകം മെഴുകിയിട്ട് 4 സ്ക്വയറായിട്ട് ചാണകം മെഴുകിയിട്ട് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും അതില് നമുക്ക് ചെയ്യണം, ബലിയിടണം. ഇപ്പൊ ഭാര്യ പതിവ്രത അല്ലെങ്കിൽ സുമംഗലിയാണെങ്കിൽ അവര് അതേ സ്ക്വയറിന്റെ തന്നെ കിഴക്ക് അല്ല നോക്കിയിട്ട് ചെയ്യുക, അല്ല ബാക്കിയുള്ളവരൊക്കെ തെക്ക് നോക്കി ചെയ്യുക അല്ലെ? അല്ല 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 അത് ശരിയല്ല. വേറെ തൻ്റെ രണ്ടെണ്ണം ഉണ്ടാക്കണം, 2 സ്ക്വയർ എല്ലാം ഉണ്ടാക്കണം. എല്ലാവർക്കും വെവ്വേറെ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. വേണ്ട വേണ്ട അല്ല ഒന്നും ചെയ്യാം. പിന്നെ ആരോ വേറെ 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 ഉണ്ടാക്കണം. ചാണകം കൊണ്ട് മെഴുകിയത് എല്ലാവർക്കും വേറെ വേറെ ഉണ്ടാക്കണോ? എല്ലാം വേർത്ത ഓരോരുത്തരുടെയും പിതൃചൈതന്യം വ്യത്യസ്തമാണ്. പക്ഷെ പണ്ട് കാലത്ത് ഒരു ചേട്ടൻ ചെയ്യുമ്പോൾ അനിയന്മാർ തൊട്ടിരിക്കാറേ ഉള്ളൂ. അങ്ങനെ മനസ്സിലായല്ലോ? തൊട്ടിരുന്നാലും മതി അല്ലേ? അങ്ങനെ തൊട്ടിരുന്നാൽ മതി. പക്ഷെ ഭാര്യ വേറെ തന്നെ ചെയ്യണം. ഓക്കെ. വേറൊരു വംശത്തിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ആ ആദ്യം പറഞ്ഞ കാരണം ചേട്ടാ, പിണ്ടം കുളത്തിലിട്ടാൽ മതിയോ? ഈറനായി ക്രിയ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഈ തീർത്ഥസ്ഥാനങ്ങളിൽ പോയാൽ കുളിച്ചോട്ടം വന്ന് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ല വീട്ടിൽ നിന്നാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വസ്ഥമായിട്ട്, കാരണം ഒരു ക്രിയയും ഈറിനോട് ചെയ്യാൻ പറയുന്നില്ല കേട്ടോ. കുളിച്ച് ശുഭ്രവസ്ത്രം, നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് ചെയ്യേണ്ടത്. വിശേട്ടാ ഒരു സംശയമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിന് ബലിയിടാൻ പറ്റുമോ? പറ്റും പറ്റും പറ്റും. ഭർത്താവിന് കുട്ടികളുടെ കൂടെ അമ്മയ്ക്ക് ഇരിക്കാൻ ഇല്ല, പറ്റുമോ? അമ്മയ്ക്ക് ഇടണം. ഭർത്താവിന് വേണ്ടി ഇടണം, നിർബന്ധം ഇടണം. ഓക്കെ, താങ്ക് യു. നമസ്തേ, ഒരു സംശയം ചോദിക്കട്ടെ? നമസ്തേ, ചോദിക്കട്ടെ? ഞാൻ ചോദിച്ചു പേരൊന്ന് അത് പറഞ്ഞു. എന്റെ പേര് രജീഷ്. ഉം. അത് ബലി ചെയ്യുന്നതിന് മുമ്പില് മുങ്ങിക്കോളി നിർബന്ധമാണോ? കുളിക്കണം, നല്ലതാണ്. അല്ല, അമ്പലത്തിൽ നമ്മൾ ചെയ്യുമ്പോ മുങ്ങിക്കോളി നിർബന്ധം പറയാറുണ്ട്. അല്ല, അമ്പലത്തിനകത്ത് ചെയ്യുമ്പോൾ മുങ്ങി കുടിച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മുങ്ങി കുളിക്കാൻ അല്ല, പറ്റും. സംഗതി എന്താ വെച്ചാല് നമ്മള് വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ പോവുക. അപ്പൊ അത് ആടെ ഈ അമ്പലത്തിലെ വെള്ളം ഫുൾ മോശമായിരിക്കും, വെള്ളമായിരിക്കും പലരും കുളിച്ചിട്ട്. ഉം. ആ മോശം വെള്ളത്തിൽ കുളിച്ചിട്ട് പിന്നെ നമ്മൾ ബലി ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചത്. വേണ്ട, നിങ്ങൾ കാര്യം ചെയ്യും. അമ്പലത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആൾക്കാർ നിർബന്ധം കുറച്ച് വെള്ളം തളിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം തളിച്ചോളൂ കേട്ടോ, അത് മതി. ഫുൾ കലങ്ങിയിട്ടുണ്ടാവും വെള്ളം മൊത്തം. അപ്പോൾ അമ്പലത്തിന് വെള്ളത്തിന്റെ പവിത്രതയുണ്ട്. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് പറ്റില്ല ചെയ്യാൻ തോന്നുന്നു, മനസ്സ് തൃപ്തിയായിരിക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് തളിച്ചാൽ മതിയല്ലോ. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കാരണം അധികം അമ്പലത്തിലുണ്ടാവും ഈ ഉരുവണ്ണിക്കാവലെല്ലാം ഫുൾ വെള്ളം മൊത്തം മോശമായിട്ടുണ്ടാവുക. ഒരു ഭക്തജനങ്ങൾക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല അല്ല, ചെയ്യുമ്പോൾ. അവിടെ ഉരുവണ്ണിക്കാവിൽ നിങ്ങൾ അവിടെ സമുദ്രത്തല്ലേ കുളിക്കാറ്? അല്ലല്ല, അത് ഫസ്റ്റ് കുളത്ത് പോയി കുളിച്ചിട്ടാണ് അങ്ങ് പോകേണ്ടത്. ആ കുളം ഫുൾ കലങ്ങി വടക്കായിട്ടുണ്ടാവും. പക്ഷെ വെള്ളം നല്ല വെള്ളം. ഇല്ല, ഉരുവണ്ണിക്കാവിലെ വെള്ളം ശരിക്കും നല്ല ഉരുവണ്ണിക്കാവിലെ വെള്ളം. നമ്മള് കുളിക്കുന്ന വെള്ളം ഫുൾ മോശമാണ്. അപ്പോ അത് നമുക്ക് ആർക്കും വന്ന് അവിടെ പറഞ്ഞിട്ട് വന്ന് ചെയ്യാൻ പറ്റും. നമുക്കത് നോക്കാം. നമ്മൾ അധികം പോകുമ്പോ അങ്ങനെ കാണാനുണ്ട്. അപ്പൊ ഒരു തൃപ്തി ഉണ്ടാവില്ല ചെയ്തു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങൾ വെള്ളം തളിച്ചോളൂ കേട്ടോ. ആ, ശരി ശരി. കേട്ടോ, ഇനി അവിടെ ചെയ്യുന്നവരോട് പറഞ്ഞു വിശ്വട്ടം പറഞ്ഞു പറയാം. പ്രശ്നം ശരി ശരി. ശരി. ചേട്ടാ, 70 വയസ്സുള്ള നിങ്ങൾ കാര്യം അവിടെ അദ്ദേഹം പറഞ്ഞു ഉരുവണ്ണിക്കാവ് സമുദ്രം അടുത്താണല്ലോ, അവിടുത്തെ കുളിച്ചിട്ട് പോയപ്പോ. ഇല്ല, അത് അവരെ അനുവദിക്കുന്നില്ല. ആ ചെറിയൊരു കുളമുണ്ട്, ചെറിയൊരു എനിക്കറിയാം. ഒരു സെന്റ് സ്ഥലമുള്ള ചെറിയ കുളമുണ്ട്. അതിൽ തന്നെ കുളിച്ചിട്ട് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ നോക്കട്ടെ, ഞാൻ സംസാരിക്കാൻ പറ്റും കേട്ടോ അവരോട്. ശരി ശരി ശരി. പിന്നെ 70 വയസ്സുള്ള ഉഷാദേവി കുറെ കഴിച്ചു നിൽക്കുന്നു. എന്താ ഉഷാദേവി? ഉഷാദേവി ജി. ഗയയിലെ പറയൂ. പിണ്ടദാനം നടത്തിയിട്ട് പിന്നെ എല്ലാവർക്കും ഹലോ കേൾക്കുന്നു. ഹലോ പറയൂ. കേൾക്കുന്നുണ്ട്, പറയൂ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നു, ഞാൻ കേൾക്കുന്നു. കേൾക്കാം. ഗയയിലെ പിണ്ടദാനം നടത്തിയിട്ട് പിന്നെ എല്ലാ വർഷവും ബലിയിടുന്നോണ്ട് ദോഷമുണ്ടോ? ഒരു ദോഷവുമില്ല, ചെയ്യണം. തന്റെ പിതൃക്കൾ താൻ മരിക്കുന്നത് വരെ തന്റെ ഉള്ളിലുണ്ട് കേട്ടല്ലോ. അതെ. ശരി, ഓക്കെ. പിന്നെ 70 വയസ്സായ ആളാണ്. 70 വയസ്സായ ആളാണ്. മുട്ടൂത്തിയിരിക്കാൻ പ്രയാസമാണ്. നിന്നിട്ട് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ സംശയം എന്താ? നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായല്ലോ. മുട്ടുകുത്തിരിക്കേ വേണ്ട, സ്വസ്ഥ ഇരുന്നോളൂ, അല്ലെങ്കിൽ നിന്നിട്ട് ചെയ്യുന്നു. ഈ മുട്ടുകുത്തിരിക്കാനുള്ള നിയമമൊന്നുമില്ല. ബലി കഴിഞ്ഞ് ത്രിമധുരം വെച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ആർക്ക്?
ആർക്കാണ് ഈ പിതൃഭവൻ വെക്കുക? നേരത്തെ ചോദിച്ചതൊന്നുമില്ല. രാത്രിയിൽ സദ്യ കൊടുക്കുന്ന ഏർപ്പാട് ഇതുപോലെ ക്രിയയാണ്. സത്യ ആവശ്യമില്ല. പിതൃക്കൾക്ക് ബലിയാണ് പ്രധാനം. ബലിയിടുന്ന ആൾ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങൾ എന്തൊക്കെയാണ്? തലേ ദിവസം അയാള് ഒരിക്കലൂടെ വേണം. എന്നുവെച്ചാൽ രാത്രി ലഘുഭക്ഷണം കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അജിത് കുമാർ അൺമ്യൂട്ട്. നമസ്തേ ചേട്ടാ. ആ. നമസ്തേ. പിന്നെ വ്രതം എടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഒരിക്കലും. അപ്പൊ തലേന്ന് മാത്രം മതിയോ അതോ മതി. അന്നും അനുഷ്ഠിക്കണോ? അല്ല, തലേ ദിവസം മതി. പിറ്റേ ദിവസത്തെ കഴിഞ്ഞ് ഭക്ഷണം തലേന്ന് കഴിച്ചിട്ട് തലേന്ന് ആ മതി. ആ ഒരിക്കലും ശരി, ഒരിക്കലും ശരി. പിന്നെ പിതൃദോഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പിതൃദോഷം ഒരു ജോത്സ്യനല്ല ഞാൻ. എന്തായാലും പറയാൻ നോക്കാം. പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായത്തെ എന്നാണ് നിയമം. അപ്പൊ പൂർവികന്മാർ ചെയ്ത പാപത്തിന്റെ ദോഷത്തെയാണ് പിതൃദോഷം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർ ശപിക്കുന്നതല്ല. അവർ പാപം ചെയ്താൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ അവരുടെ അംശമുണ്ട്. ഒരു വ്യക്തി നേരത്തെ പറഞ്ഞൊരു മാവിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ അവരുടെ ചൈതന്യം മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവർ ചെയ്ത പാപത്തിന്റെ ഫലവും നമ്മുടെ ഉള്ളിലുണ്ട്. അത് പരിഹരിക്കാണ് പിതൃദോഷം തീർക്കാൻ ബലിയിടണം എന്ന് പറഞ്ഞത്. ബോധതലത്തിലെ വികാസം കൊണ്ടാണ് പാപം തീരാൻ ഒരു വഴി. അത് വികസിപ്പിക്കുന്ന ക്രിയയാണ് പിതൃക്രിയ. ദീപ രാമചന്ദ്രൻ. നമസ്തേ വിശ്വട്ട. എന്റെ ചോദ്യം, ഈ ശ്രാദ്ധത്തിന്റെ അന്ന് ഒരു കുടുംബത്തിലെ ഒന്നിലധികം ആൾക്കാർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ക്രമം എങ്ങനെയാണ്? 1 by 1 ആണോ അതോ ഒരേ സമയം 4 സ്ഥലങ്ങളിലായിട്ടാണോ? അതൊന്ന് പറയാമോ? ഒരേ സമയത്ത് ചെയ്യണം കേട്ടോ. 1 by 1 ഒരേ സമയം ചെയ്യണം. ഒരേ സമയത്ത് ഒരുപോലെ 4 പേർക്കും നല്ല ഇതിനെ കുറിച്ച് അറിവുണ്ടാവണമെന്ന് മാത്രം സാരം അല്ലേ? പറഞ്ഞു കൊടുത്താൽ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും ചെയ്യാലോ. അവസാനം ഈ സമർപ്പണം നടത്തുമ്പോ ഇപ്പൊ നമ്മള് ഈ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അവർക്ക് വീട്ടിന്റെ മുകളിൽ ടെറസിലേക്ക് വെച്ചാൽ മതിയോ? കൊടുത്താൽ മതി. വെളുത്ത പുഷ്പം വേണമോ? ഇതിന് പറഞ്ഞിട്ടില്ല. തുളസിയെ പറഞ്ഞിട്ടുള്ളൂ, വെളുത്ത പുഷ്പം പറഞ്ഞിട്ടില്ല. ഇനി പുഷ്പം കിട്ടിയ വെളുത്ത പുഷ്പം എടുത്തോളൂ. പക്ഷെ വെളുത്ത പുഷ്പം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ പറഞ്ഞിട്ടില്ല. ചെറുവിളയ്ക്കാണ് മാത്രമേ പ്രാധാന്യമുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ തുളസി എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ചെറുവിളയുടെ എന്താ? ചെറുവിളയുടെ ഇലയുണ്ട്, പിന്നെ വെളുത്തിട്ടൊരു പൂവുണ്ടല്ലോ, രണ്ടും എടുക്കാം. ചെറുവിളയുടെ ബലി പുഷ്പം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തുളസിയിലും ചെറുവിളയിലും പുഷ്പമാണെന്ന് പറയുന്ന ഇല തന്നെയാണ്. പിറകിൽ 3 വസ്തുക്കളില് പുഷ്പം എന്ന് പറയുന്നത് തുളസി ഇലയാണ് ഉപയോഗിക്കാം, ചെറുവിള ഇലയാണ് ഉപയോഗിക്കാം. കറുക പുഷ്പമല്ല, പക്ഷെ പുഷ്പത്തിന് കൂടെ പെടുത്തിയത്. ഈ 3 വസ്തുക്കൾ 3 ഔഷധവിലുള്ള വസ്തുക്കളാണ്. രസമാണ്. ഇത് പുഷ്പത്തിന് കൂടെയാണ്. ഇത് 3ഉം അതിന്റെ ഇലയാണ് ഉപയോഗിക്കാറ്. പിന്നെ ഈ പുഷ്പം ഉണ്ടാവുന്ന സമയത്ത് ഒന്നിച്ചാണ് ഇത് കിട്ടുക. അതുകൊണ്ട് ഇലയും പൂവും കൂടി എടുക്കാറുണ്ട്. പുഷ്പം മാത്രം എടുക്കുന്ന സമ്പ്രദായമില്ല. പുഷ്പം എന്ന് പറയുമ്പോൾ തുളസിയുടെ പുഷ്പം എന്ന് പറയും, പക്ഷെ തുളസി ഇലയാണ്. ഇതുപോലെ ഈ വെളിയിടൽ കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അത് കഴിയും, നല്ലതാണല്ലോ, രസിക്കുമല്ലോ. കുറെ നേരം കഴിക്കാൻ. അത് മാനുഷിക ആവശ്യമാണ്. ശരി, നിർബന്ധമില്ല. പക്ഷെ ഈ ഏകോദശ ശ്രാദ്ധത്തിന് ബലി ശേഷം കഴിക്കണം നിയമമുണ്ട്. ആ ബലി കൊടുത്ത കുറച്ച് ബാക്കി വയ്ക്കുക, അത് കഴിക്കണം. ഏകദേശം ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. വിശ്വട്ട നമസ്കാരം. അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബലികർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വാവ് വന്നാൽ ബലിയിടാൻ പാടില്ല. ബലിയിടാം. അതുപോലെ തന്നെ പുലയിലുള്ളപ്പോൾ, ഏതെങ്കിലും അകന്ന ബന്ധുവിറ്റ് പുലയുള്ളപ്പോൾ ചെയ്യാൻ പാടില്ല. പുല ഉണ്ടെങ്കിൽ പുല കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടില്ല. പുലയോ ആ തരത്തിലുള്ള ആശൗചങ്ങളോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റേ 1 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമില്ല, പുലയുള്ളപ്പോൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. മിഥുൻ അജയ് കുമാർ. വിശ്വട്ടാ നമസ്തേ. വിശ്വട്ടാ 16 മാസബലിയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെന്താ ചെയ്യാ? മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് 16 മാസബലിയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
പിന്നെ ആണ്ടുബലിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ നമുക്ക് പ്രതിവിധി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ചെയ്യാൻ പറ്റാതെ ശരിക്കും വേണ്ടത് അതിന് വലിയൊരു ക്രിയ പറഞ്ഞത്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് നാരായണ ബലിയാണ് ചെയ്യേണ്ടത്. പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അത് ചെയ്യേണ്ട ആണ്ടുബലി ഇടും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രംബകേശ്വരം ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പിതൃക്കൾക്കൊരു ബലിയുണ്ട്. ത്രംബകേശ്വരത്തിൽ മാത്രമേ ഉള്ളൂ. നാസിക്കിൽ മഹാരാഷ്ട്രയിൽ അവിടെ പോയി നാരായണ ബലി ചെയ്താൽ ഈ പിതൃദോഷം മുഴുവൻ തീരും. ശരി. പിന്നെ വിശ്വട്ട മരിച്ച് 16 ദിവസം ബലി തർപ്പണം ചെയ്ത് ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുത്താൽ ആത്മാവിന് പിന്നീട് വർഷത്തിൽ ബലിയിടുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞല്ലോ, പിതൃബലി മനസ്സിലായല്ലോ. ഒന്ന് മരിച്ചു പോയവർക്ക് മോക്ഷം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. തൻ്റെ ഉള്ളിലുള്ള പരമ്പരയുടെ അംശമാണ് പിതൃക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യം. പിന്നെ ദശാഹബലിയും അവിടെ മോക്ഷപ്രാപ്തി ചടങ്ങ് അവിടെ ഇല്ല സത്യത്തിൽ. കാരണം ദശാഹബലി ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് സബന്ധീകരണം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന കുറേ കാലത്തേക്ക് ഒരു 365 ദിവസത്തേക്കുള്ള ബലിയാണ് സബന്ധീകരണം എന്ന് പറയുന്നത്. അവിടെ മോക്ഷം എന്ന് പറയുന്ന ചടങ്ങ് അവിടെ ഇല്ല. കേട്ടല്ലോ. അവിടെ മോക്ഷം കിട്ടി. കാരണം അങ്ങനെ മോക്ഷം കിട്ടുന്ന ആർക്കാണ്? തനിക്ക് മോക്ഷം കിട്ടാൻ ഉറപ്പാണല്ലോ, എന്നിട്ട് താൻ ജീവിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് മോക്ഷം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പം ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് സബന്ധീകരണം ചെയ്യുന്ന ധർമ്മമാണ്. കാരണങ്ങൾ വേറെയുണ്ട്. ദശാഹബലിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. കേട്ടല്ലോ. അത് ആ കാര്യം എടുക്കുമ്പോൾ നമ്മൾ സംസ്കാരക്രിയ കാര്യം അത് വിശദമായിട്ട് ആ സബന്ധീകരണമൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ സമയത്ത് അത് വിശദമായിട്ട് വിശദീകരിക്കാം. കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞാലാണ് ഈ ശ്രാദ്ധം നിർബന്ധമാണ്. അത് കഴിഞ്ഞ് വാർഷിക ഏകോദശ ശ്രാദ്ധം പറയുന്നുണ്ടല്ലോ, നിർബന്ധമായിട്ട് വേണം. എല്ലാ ചടങ്ങുകളിലെ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ശരി. പിന്നെ ബലി വെക്കുമ്പോൾ സ്ത്രീക്കന്റെ അച്ഛന്റെ പിണ്ടം വേലി കഴിച്ചു വിട്ട പെണ്ണുങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അച്ഛന്റെ അംശം അവരുടെ ഉള്ളിലുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമാണ്. പിതൃപരമ്പരയുടെ അംശം തൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് പിതാവിന് ചെയ്യുന്നത് നല്ലതാണ്. പണ്ട് കാലത്ത് സാമൂഹ്യ ക്രമത്തിൽ ദായക്രമത്തിനകത്ത് ചില സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് ഒരു അവഗണനയും വന്നുള്ളൂ. അതൊക്കെ പോയിപ്പോയി ചെയ്യണം, നിർബന്ധമാണ്. വിശ്വട്ട ഒരിക്കൽ എന്നതിന്റെ പ്രത്യേകത എന്താണ്? ശ്രദ്ധാപൂർവം ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു വ്രതമാണ്. വ്രതം കൊണ്ട് ശ്രദ്ധ കിട്ടും. മനസ്സിലായല്ലോ. വ്രതം കൊണ്ട് നമുക്ക് ശ്രദ്ധ കിട്ടും. വ്രതേന ദീക്ഷാമാപ്നോതി. വ്രതം കൊണ്ട് ദീക്ഷ ശ്രദ്ധയാണ്, ശ്രദ്ധയാണ്. ശ്രദ്ധ കിട്ടാൻ വ്രതം നല്ലതാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഊണ് കഴിക്കാതിരിക്കുന്നത് ശ്രദ്ധ കിട്ടാൻ, അങ്ങനെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. അതുകൊണ്ട് വ്രതേന ദീക്ഷാമാപ്നോതി എന്നൊരു നിയമമുണ്ട്. വ്രതം കൊണ്ട് ദീക്ഷ ശ്രദ്ധ കിട്ടും എന്ന് വേണ്ട. ദീക്ഷ എന്ന ശ്രദ്ധാന്നർത്ഥം. ചേട്ടാ, അമ്പലങ്ങളിൽ പോയാൽ കുളിച്ച് തോർത്താതെ തണുത്ത് വിറച്ചാണ് എല്ലായിടത്തും ചെയ്യുന്നത്. എങ്ങനെ? ഇത് ഭയങ്കര പലർക്കും ഇത് ശരിയായ രീതിയാണോ? അമ്പലത്തില് പോയാൽ കുളിച്ച് തോർത്താതെ തണുത്ത് വിറച്ചാണ് ഈ ബലിയിടുന്നത്. അത് അവിടെ അങ്ങനെ സമ്പ്രദായം ചെയ്താണ്. പക്ഷെ അങ്ങനെ നിയമമൊന്നും എവിടെയില്ല. തോർത്താതിരിക്കണം, സൂക്കരവിടിരിക്കണം എവിടെയും പറഞ്ഞു. അത് അവിടുത്തെ അനുഷ്ഠിപ്പിക്കുന്നവരുടെ ചില പ്രായോഗികത ഇല്ലാത്തതുകൊണ്ടാണ്. പ്രായോഗിക ബുദ്ധിമുട്ടാണ്. തെറ്റാന്ന് പറഞ്ഞാൽ പ്രായോഗിക ബുദ്ധി ഇത് ആവശ്യമാണ്. അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ യുക്തി അനുസരിച്ച് യുക്തി കഴിഞ്ഞ് ഉപയോഗിക്കും. കേട്ടല്ലോ. തലക്ക് തോർത്തി വെക്കും. വിഷയുടെ പിണ്ടം കാക്കയ്ക്ക് കൊടുത്ത ശേഷം 21 ദർഭ എന്ത് ചെയ്യണം? അത് കളയാൻ പറഞ്ഞു. അത് ഇതെല്ലാം അടക്കാൻ കൊണ്ടേക്കളയാം. എല്ലാം മാറ്റി എടുത്ത് കൊണ്ടേക്കളയാൻ പറഞ്ഞു. അത് പിന്നെ നശിപ്പിച്ച് പോയാൽ മതി. നശിപ്പിച്ചാൽ കേട്ടോ. കാക്ക കഴിച്ചാൽ ബലിയിട്ട് കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശത്തിന് വീണ്ടും കുളിക്കണോ? അത് വേണം, നിർബന്ധമായിട്ടുണ്ട്. പിതൃശ്രാദ്ധം സാധാരണ പിതൃശ്രാദ്ധം കഴിഞ്ഞ് ആചമിച്ച് കുളിച്ച് അമ്പലത്തിൽ പോയി വീണ്ടും കുളിക്കണം. നിർബന്ധം. അന്ന് പോണെങ്കിൽ ഒരാൾ മാത്രം ആവാഹിച്ചാൽ മതി പോരെ? തൻ്റെ ഉള്ളിൽ നിന്നാണ് ആവാഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വെറുതെ അച്ഛനെയും മകനെയും ചൈതന്യം വ്യത്യസ്തമല്ലേ? ആ ഉത്തരം നോക്കാം കേട്ടോ. ക്ഷേത്രത്തിൽ ബലിയിട്ട് ക്ഷേത്രക്കുളത്തിൽ പിണ്ടം സമർപ്പിക്കാമോ?
അത് ആ അമ്പല കമ്മിറ്റിയോട് ചോദിക്കണം. അമ്പല കമ്മിറ്റി അവിടെ മത്സ്യകന്യ അവിടെ കൊടുത്തു. അമ്പല കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യം. ശരി. പൂണൂൽ ക്രിയയ്ക്ക് ശേഷം മാറ്റണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കേരളത്തിൽ. കേരളം അങ്ങനെ ചെയ്യാറില്ല. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ കേരളം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. പൂച്ച മുതലായവ കഴിച്ചാൽ ദോഷമാണോ? ആകെ ശരിഞ്ഞു വിടുന്നില്ല. പക്ഷെ പ്രശ്നം പൂച്ചയെ നമ്മൾ ഒരു നല്ല ജീവിയോട് കരുതിയിട്ടില്ല. കാരണം പൂച്ചയെ പറ്റിയൊക്കെ നമ്മളൊരു നല്ല മൃഗത്തെ കരുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണോ തൃപ്തി അത് ചെയ്യാം. നമ്മുടെ തൃപ്തിയാണ് പ്രാധാന്യം. തൃപ്തി എന്താണോ ചെയ്യും. ചേട്ടാ, ഒരിക്കലൂണ് എന്നത് ഒരു നേരം മാത്രമാണോ അതോ ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതാണോ? രസം ശരിക്കും പറഞ്ഞാൽ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുകയും ഇപ്പോൾ അരി കഴിക്കാത്തവരോ എന്ന പ്രശ്നമുണ്ടോ? അപ്പോൾ ഒരു നേരം നന്നായിട്ട് വയറിന് ആഹാരം കഴിക്കുക, പിന്നെ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക. അതാണ് ഒരിക്കലും ഉദ്ദേശിച്ചത്. വെള്ളം കുടിക്കുകയോ ആരോഗ്യം അനുസരിച്ചിട്ട് അതുപോലെ വ്രതം അനുഷ്ഠിക്കാം. ശ്രദ്ധ വേണം. ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു വ്രതം അനുഷ്ഠിക്കണം എന്നാണ് നിയമം. അത്രേ. ചേട്ടാ, ബലിതർപ്പണത്തിൽ വസ്ത്രധാരണ രീതിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? വസ്ത്രം ധരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദീപക് ജി അൺമ്യൂട്ട് ചെയ്തോളൂ. നമസ്തേ ഗുരുദാസ. ഇത് തന്നെ വസ്ത്രധാരണത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അതില് ശുഭ്രവസ്ത്രങ്ങൾ ആകണമെന്ന് ചിലർ നിർബന്ധിക്കുന്നുണ്ട്. ചിലർ സ്ഥലത്തൊക്കെ ചെല്ലുമ്പം കറുപ്പും നീൽ അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കും. ശരിയല്ല. കാരണം ഒന്നെന്താ വെച്ചാൽ കറുപ്പ് വസ്ത്രം സാധാരണ ധരിക്കുന്നത് വ്രതം എടുക്കുമ്പോഴാണ്, ഈ ശബരിമലയ്ക്ക് വ്രതം എടുക്കുമ്പോഴാണ്. പിന്നെ കാവി വസ്ത്രം ഗൃഹസ്ഥന് പറ്റിയതല്ല. ഗൃഹസ്ഥൻ ധരിക്കേണ്ട ശുഭ്രവസ്ത്രമാണ്. അതുപോലെ തന്നെ ഗുരുജി, പിന്നെ നമ്മളിപ്പം അമ്പലമായിട്ട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബലിയിടുമ്പോൾ ബലി ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ കാണത്തില്ല. അപ്പൊ പിന്നെ പോയിട്ട് വീണ്ടും അമ്പലത്തിൽ ക്ഷേത്ര ദർശനം അത് നല്ലതാണ്. അത് നിർബന്ധം പറഞ്ഞിട്ടൊന്നുമില്ല. പിതൃക്കളെ കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നിർബന്ധമേ അല്ല. കേട്ടല്ലോ. അല്ല, ചില നമ്മുടെ അമൃതാനന്ദമയി മഠത്തിൽ അവരുടെ അമ്പലങ്ങളിലൊക്കെ ഇപ്പം പ്രതിബലി നടത്താറുണ്ട്. അന്നേരം അവിടെ കർമ്മം ചെയ്തിട്ട് അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ ആയിരിക്കും. അവിടെ എവിടെയെങ്കിലും ചെയ്തിട്ട് വീണ്ടും വന്ന അമ്പലത്തിൽ നമ്മൾ തൊഴുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല. മുമ്പിലൊക്കെ ഉള്ളിൽ പോകണമെങ്കിൽ കുളിക്കണം മാത്രം. പുറത്തൊന്നും തൊഴുത്ത് പോയാൽ ഉള്ളിൽ തന്നെ ആയിരിക്കും. അന്നേരം അതുകൊണ്ടാണ് എനിക്കൊരു സംശയം തോന്നിയത്. അല്ല, അത് അവിടെ പ്രത്യേക സാഹചര്യത്തിലുള്ള വിഷയമാണല്ലോ. അവിടെ തന്നെ ബ്രഹ്മചാരികൾ ചോദിക്കും കേട്ടോ. ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അല്ല, അത് ഞാൻ പറയില്ല. കാരണം അവരുടെ സമ്പ്രദായം അതാണെങ്കിൽ. അല്ല, അവിടുത്തെ അല്ല, നമ്മൾ പൊതുവെ നമ്മുടെ ജനറലായിട്ട് പോകണം. നമ്മൾ വെളിയിൽ നിന്നുകൊണ്ട് തൊഴുന്നതാണ് നല്ലത്. തൊഴുത് പോയാൽ അല്ലെങ്കിൽ കുളിച്ചിട്ട് വേണം. വേറെ ചോദ്യം. ശരി. അപ്പൊ എല്ലാവരും ഞാൻ എല്ലാം നോക്കി കഴിഞ്ഞാൽ എന്റെ ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ട് എല്ലാവരും കാര്യം ശ്രദ്ധിച്ചു. 294 പേരുണ്ടായിരുന്നു. ഒരു 10 ഇരട്ടി ആളുകളുടെ എത്തിക്കണം. നിങ്ങളുടെ ധർമ്മമാണത്. ഇത് PDF തരും, വീഡിയോ തരും. വല്ല സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ആ PDF ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും. അത് ചോദിച്ചാൽ കൃത്യം ഉത്തരം കിട്ടും. ഇനി അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ശ്രേഷ്ഠാചാര സഭയുടെ വെബ്സൈറ്റ് ഉണ്ടാവും. കാണാം. അല്ലേ മനോജ്? അങ്ങനെ ചെയ്യുമല്ലോ അല്ലേ? ശരി. എല്ലാവരും നമസ്കാരം. നാമം ജീവിച്ച് അവസാനിപ്പിക്കാം. കുറേ പേര് ഇറങ്ങിപ്പോയെങ്കിലും നാമം ജപിക്കാം. വാമദേവ ഋഷി പണ്ഡിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. വാമദേവ ഋഷി പണ്ഡിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം
പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ അധ്യയനം നമുക്കും നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹത്തിനും ഉപയോഗപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓം. ഓം. എല്ലാവർക്കും നമസ്കാരം. പിതൃക്രിയ വേണ്ടവർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.